السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. بسم الله ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا نبي الله. الصلاة والسلام عليك يا سيدي يا حبيب الله. أنت عمدتي فاغثني في شدتي. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون. صدق الله العلي العظيم. التقوى ها هنا قال رسول الله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم على حبيبك خير الخلق. ബഹുമാനം നിറഞ്ഞ സയ്യിദ് അവറുകൾ, മറ്റു പണ്ഡിതന്മാർ, മുത്തഅല്ലിമീങ്ങൾ, സ്വാലിഹീങ്ങൾ, അള്ളാഹു ഇതൊരു സ്വർഗീയ സദസ്സായി നമ്മിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കട്ടെ. ഏത് സദസ്സും സ്വർഗീയമാക്കൽ അവിടെ പങ്കെടുക്കണമല്ല. അള്ളാഹുവിൻ്റെ മേലായ ഫضല് കൊണ്ട് സ്വീകരിക്കണം. പക്ഷെ സ്വർഗീയമാകാൻ ആവശ്യമായ എല്ലാ നിബന്ധനകളും പൂർത്തീകരിക്കേണ്ടത് അതുമായി ബന്ധപ്പെടുന്ന വ്യക്തികളാണ്. അപ്പോൾ നേരത്തെ ഇവിടെ ഉസ്താദ് നല്ല നെയ്യത്തോടുകൂടി ഇടക്കിടക്ക് പറയുന്നുണ്ട്, ഏത് സംഗതി നമ്മളാണ് അതെന്ത് ചെയ്യുക, നമ്മളെന്താണോ അബ്ദിൻ്റെ അടിമയുടെ ഹൃദയത്തിൽ എന്താണോ അതാണ് അള്ളാഹു തരാന്ന്. അപ്പോൾ നല്ല നെയ്യത്തും നല്ല ബഹുമാനത്തോടു കൂടിയൊക്കെ നമ്മൾ ഇരുന്നാലേ ഇതൊരു സ്വർഗീയ സദസ്സായി മാറും. അത് കാരണമായി നമ്മളെ ദോഷങ്ങൾ പുറത്തു കിട്ടണം, നമ്മളെ മോശങ്ങളൊക്കെ ഒന്ന് തീരണം, നമ്മൾ നല്ലവരെ കൂട്ടത്തിൽ ഉൾപ്പെട്ട് കിട്ടണം. ഇങ്ങനെ ഒരുപാട് നിയ്യത്തുകൾ നമുക്ക് ഇതിൽ ചെയ്യാനുണ്ട്. റജബ് മാസം നമ്മെ വിട്ട് പിരിഞ്ഞു, ഷഅബാൻ മാസത്തിലേക്ക് നമ്മൾ കടന്നു. അത് പറയുമ്പോൾ ഈ ഷഅബാൻ മാസം നമ്മോട് ബന്ധപ്പെട്ട പലരും മരണപ്പെട്ടു പോയ മാസമാണ്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഒന്നാമൻ്റെ ആണ്ട് നടക്കുന്ന മാസമാണിത്. അതുപോലുള്ള ഒരുപാട് മഹത്തുക്കൾ. പിന്നെ നമ്മളെ കുടുംബത്തിൽ നിന്ന് എൻ്റെ ഒരു എളാപ്പ മരിച്ചത്, എൻ്റെ ഒരു ചെറിയ ജ്യേഷ്ഠൻ മരിച്ചത്, അവരൊക്കെ ഷഅബാൻ മാസത്തിലാണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്നോട് അവിടെ തന്നെ പറഞ്ഞു മരിച്ച ദിവസമാണ്. ഇങ്ങനെ പല ആളുകളും അവരൊക്കെ ഖബറുകൾ അല്ലാഹു സ്വർഗമാക്കട്ടെ. ഞാൻ ഈ പെരുമുഖം നാട്ടിൽ 1990 മുതൽക്കുള്ള ബന്ധവും പരിചയവുമാണ്. സൈഫുൽ ഇലാഹ് സൈനുദ്ദീനുൽ ഖാദിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനഹറുകളുമായുള്ളൊരു സമ്പർക്കം, ഒരു ബന്ധം, ആ ബന്ധമാണ് ഇന്നും പെരുമുഖത്ത് നമുക്കുള്ള ബന്ധങ്ങൾ. ഈ കാലയളവിൽ നമുക്ക് പരിചയമുള്ള ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. നമുക്ക് പരിചയമുള്ള മുഖങ്ങളൊക്കെ പേര് പറഞ്ഞാൽ സമയം ദീർഘമാവും. അവരൊക്കെ ഖബറുകൾ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ. ഇനിയിപ്പോൾ നമ്മളൊക്കെയാണ് ശേഷ്ടം ബാക്കിയുള്ളത്. നമ്മളും പോകുമ്പോടുന്ന് പോക്കോ യാത്രകളൊക്കെ റാഹത്താവണം, സന്തോഷമാവണം. അങ്ങനെ നമ്മളെ കാത്തിരിക്കുന്ന ഖബർ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ നോക്കി എത്ര ഡേറ്റ് ഉണ്ട്, എത്ര ദിവസം ഉണ്ടെന്ന് ഖബറിന് അറിയുന്നതാണ്. ഇനി നമ്മൾ ഏത് കൊല്ലം, ഏത് മാസം, ഏത് ദിവസമാണ് ആ ഖബറിൻ്റെ അടുത്തേക്ക് ചെല്ലുക എന്ന് നമ്മളെ കാത്തിരിക്കുന്ന ഖബറിന് അറിയുമെന്നാണ്. പക്ഷെ നമുക്കറിയില്ല നമ്മളെ ഖബർ എവിടെയാണ്, എന്താണ് എന്നൊന്നും നമുക്കാർക്കും അറിയില്ല. അപ്പം നമ്മളൊന്നും ഭൂമിയിൽ നടക്കുമ്പോൾ നമുക്ക് കിടക്കാൻ പോകുന്ന ഖബർ, ആ ഇടം, അത് അട്ടഹസിക്കുന്ന നടത്താകരുത്.
അതിങ്ങനെ സന്തോഷിക്കണം. ഖബറിങ്ങനെ നമ്മളെ കണ്ടിട്ട് ആ മനുഷ്യൻ വന്നാൽ ഞാൻ സ്വർഗമായി മാറും. എൻ്റെ ഈ മണൽപ്പരപ്പുകൾ മൺതരികളൊക്കെ സ്വർഗീയമായ അനുഭൂതിയിൽ പരിലസിക്കും. അത് ഖബറിന് അറിയും. അപ്പൊ ഖബറിങ്ങനെ ദീർഘായുസ്സിന് വേണ്ടി ദ്വാരക്കും. നിൽക്കണോടത്തോളം സൽക്കർമ്മം കൂടും, വർദ്ധിക്കുകയാണ്. അവൻ ജീവിക്കണോടത്തോളം സൽക്കർമ്മം വർദ്ധിക്കുകയാണ് പഠിച്ചവനെ. അപ്പൊ അതുകൊണ്ട് ഓനക്ക് ഇഞ്ഞു നീട്ടി കൊടുക്ക്. ഓനക്ക് എത്ര സാധനം ഉണ്ടോ അത് എനിക്കുണ്ടാവും. അതേ സ്ഥാനം ഇവിടെ അഹങ്കരിച്ച് കിവറ് കെട്ടി നമുക്ക് തോന്നിയ മാതിരി നടക്കുന്ന അഹങ്കാരികൾ നടക്കുമ്പോൾ അവരിങ്ങനെ അട്ടഹസിക്കുന്ന അങ്ങോട്ട് വാ നമുക്ക് എനിക്ക് ഞാൻ കാണിച്ചു തരണ്ട്. ജിന്ന നരകത്തിന്റെ വിറക് കൊണ്ട് നിറക്കാനുള്ള പരിപാടിയാണ് എന്ന് പറഞ്ഞിട്ട് കബറ് നമുക്കെതിരെ അട്ടഹസിക്കുന്ന ശപിക്കുന്ന ഒരു കബറുമുണ്ട്. ഏത് കൂട്ടത്തിലാണ് അത് നമ്മളാക്കണം. നമ്മളെ കൽബും മനസ്സൊക്കെ എത്രമാത്രം നന്നാകുന്നു അതനുസരിച്ചാണ് നമുക്ക് എന്ത് ചെയ്യുക സ്ഥാനം അള്ളാഹു തരും. അള്ളാഹു നമുക്ക് നല്ല കൽബ് തരും. വിവരം എന്ന് പറഞ്ഞാൽ ഞാനൊരു പാവാണ്, പഠിച്ചവനൊരു ദോഷിയാണ്, ജിൽക്ക് പുറത്ത് തരുന്നതാണ് ഏറ്റവും വലിയ അറിവ്. ഇതാണ് നമ്മളെ ബഹറുൽ ഓക്കോസ്ഥാന് എപ്പോഴും ഒരു സങ്കടപ്പെടുന്ന സംസാരിക്കാരം. വലിയ വലിയ മഹാന്മാരായിട്ടൊക്കെ ബന്ധപ്പെട്ടാൽ അവർക്കൊക്കെ പരലോകത്തിനെ കുറിച്ചും ഖബറിനെ കുറിച്ചും ഹയാത്തിനെ കുറിച്ചും മൗത്തിനെ കുറിച്ചും ഒക്കെ ഉള്ള ചിന്ത ഭയാനകമാണ്. സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാണാം. ഇന്നും ജീവിച്ചിരിക്കുന്ന മഹത്തുക്കൾ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ അല്പജ്ഞാനികളാണ് എന്ത് ചെയ്യുന്ന ഈ അഹങ്കാരവും അഹന്തയും കണ്ടൂടായും കേട്ടൂടായും കുറും കുറ്റും പോരും അസൂയും തമ്മിലടിയൊക്കെ ആയിട്ട് നടക്കില്ല. നമ്മൾ വിവരക്കുറവാണ്. അതിനൊന്നുള്ള അധികാരവും അവകാശമൊന്നും ഞങ്ങൾക്കാർക്കും ഇല്ല. ഇവിടെ നമ്മൾ വിചാരിച്ചു ഞാൻ മനുഷ്യൻ വലിയ ആളാണ്. മനുഷ്യനാകണമെങ്കിൽ മനുഷ്യന്റെ ജീവിതം ഖുർആനാകണം. നമ്മളും ഖുർആനും കൂടി എന്ത് ബന്ധമുള്ളത്? നമുക്ക് അലിഫ് വരെ ശരിക്കും ഉച്ചരിക്കാൻ അറിയോ? 28 അക്ഷരത്തിൽ അലിഫിനെ കുറിച്ച് ചോദിച്ചാൽ പറയാൻ കഴിയുമോ? നമുക്കാർക്കെങ്കിലും പറയാൻ കഴിയൂല. കാരണം അലിഫ് എന്ന് പറഞ്ഞത് വളരെ ഭയാനകമായ ബഹറാണ്. പണ്ട് ആലുവായി മൗലവിപ്പാപ്പാന്റെ ചരിത്രം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ പള്ളി ദർസിൽ കുട്ടിയാകുമ്പോൾ ഓടാൻ വേണ്ടി ചെന്നപ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതിയിട്ട് അൽ ബാഉ എന്ന് ഷറഹ് വായിച്ചപ്പോ, ബിസ്മിന്റെ ബാവിനെ കുറിച്ച് ഷറഹിലുണ്ട്, അൽ ബാഉ ബാ ആകുന്നത് എന്ന് ഷറഹ് വായിച്ചപ്പോ പച്ചള്ളാണ് വേണ്ടത്. അൽ ബാഉ എന്ന് വായിച്ചപ്പോ മുത്തഅല്ലിമായ കുട്ടി അബൂബക്കർ പാപ്പ പറഞ്ഞത്ര എന്ത് ഉസ്താദേ അലിഫ് പറഞ്ഞേരി എന്നിട്ടല്ലേ ബാ എടുക്കല്. ഓതുന്ന കുട്ടിന്റെ ഇഷ്കാലാണ്. നിങ്ങൾ അലിഫെന്ന് പറഞ്ഞേരി എന്നിട്ടല്ലേ പിന്നെ ബാ എടുക്കല്. പല ദർസിലും കുട്ടി കയറി ഇറങ്ങി. ഒരു ഉസ്താദുമാർക്കും ഒരു ഷാഫിയായ കാഫിയായ മറുപടി പറയാൻ കഴിഞ്ഞില്ല എന്നാണ് കുട്ടിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ. ഉസ്താദ് നിങ്ങൾ അലിഫ് പറഞ്ഞേരി എന്നിട്ടല്ലേ പിന്നെ ബാ എടുക്കല്. ഈ ഒരു ഇഷ്കാലാണ് ബഹുമാനപ്പെട്ടവരെ വിലായത്തിലേക്ക് ഉയർത്തിയത്. അലിഫിൽ മാത്രം ചിന്തിച്ച മഹാനാണ് ബഹുമാനപ്പെട്ടവർ. അങ്ങനെ ആരാണ് അലിഫ് പഠിപ്പിച്ചു തരാൻ? ഈ ആലോചനയായിട്ടാണ് പിന്നെ മൂപ്പര് രംഗത്തിറങ്ങിയത്. അങ്ങനെ പിന്നെ ബഹുമാനപ്പെട്ടവർ കേൾക്കുകയാണ് എന്ത്? കവരത്തി ദ്വീപുകാരനായ ജലാലുൽ മസ്താൻ എന്നൊരു മഹാൻ മംഗലാപുരത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്നറിഞ്ഞപ്പോ ജലാലുൽ മസ്താനെ തേടിപ്പോയി. ആര്? അലുവായി മൗലവിപ്പാപ്പ, അബൂബക്കർ പാപ്പ. മൂപ്പര് ഇവിടുന്ന് ഇറങ്ങിയപ്പോ ജലാലുൽ മസ്താൻ ആ വിഷയം അറിഞ്ഞു. മൂപ്പര് ദ്വീപിക്ക് കടന്നു. കാരണം ഇത് ചെറിയ സംഗതിക്ക് വരികയല്ല ആള്, ഇത് അലിഫ് പഠിക്കാൻ വേണ്ടി വരികയാണ്. മൂപ്പര് ദ്വീപ്. അപ്പൊ അവിടെ ചെന്നപ്പോ മൂപ്പര് ദ്വീപിക്ക് പോയിക്കണ്. അപ്പൊ മൗലവിപ്പാപ്പ ദ്വീപിക്ക് പോയി. ഇവിടുന്ന് ആട് കപ്പൽ കയറിയപ്പോത്തിന് മൂപ്പര് അവിടുന്ന് ഇങ്ങോട്ടും കയറി. അരി ജലാലുൽ മസ്താൻ ഇങ്ങനെ 3-4 നടത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോ ജലാലുൽ മസ്താൻ എന്ത് ചെയ്തു? ഇത് വിടണ കുട്ടിയല്ല, ഇത് വിടൂല, അത് മനസ്സിലായി. അങ്ങനെ പിന്നെ ചെന്നപ്പോ ബന്ദറിൽ മൂപ്പരിങ്ങനെ സിഗരറ്റും വലിച്ചിരിക്കുമ്പോഴാണ് ആര് ചെല്ലണത്?
അത് ശരി. നമ്മൾ സിഗരറ്റ് വലിച്ചു, അലിഫ് നമുക്കറിയില്ല. ഓല വലിയ, അലിഫിലെ വലിയ, അങ്ങനെ ഒരു വലിയുണ്ട്. ഓല ശ്വാസമൊന്നും വെറുതെ പോവില്ല, അങ്ങനല്ലേ? ഒരു ശ്വാസം എന്ത് ചെയ്യാൻ പാടില്ല, വെറുതെ കളയാൻ പാടില്ല എന്നല്ലേ ഇബ്നു അത്താഇല്ലാഹി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അവിടുത്തെ ഹിക്കമിൽ പറഞ്ഞത് അങ്ങനെയാണ്. ഒരു ശ്വാസവും നീ വിടുകയും വലിക്കുകയും ചെയ്യുന്ന ഒരു ശ്വാസവും അത് വെറുതെ ഉള്ളതല്ല. അതിലൊക്കെ അല്ലാഹു തആല ഒരു ഖദർ കണക്കാക്കിയിട്ടുണ്ട്. ആ ഖദർ ജലാലും ജമാലും ആക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. അങ്ങനെ പിന്നെ ചെന്നൈക്കാനെ വ്യക്തിക്ക് എരിച്ചെത്തിയിട്ട് സിഗരറ്റ് ഒന്ന് വലിപ്പിക്കുക ചെയ്തത്. വലിച്ചോടുകൂടി ആലുവായി പാപ്പാന്റെ ഹാല് മാറിയതാണ്. അത് ഇൽമുൽ മുക്കാശഫയാണ്, ഇൽമുൽ മുആമല അല്ല. അല്ലാഹു സുബ്ഹാനഹു രണ്ട് സൈസ് ഇൽമുണ്ടല്ലോ. ഇതൊന്നും അറിയാത്ത നമ്മളിങ്ങനെ ഞാനാണ് വലിയ ആള് എന്ന് അഹങ്കരിക്കുന്നതിലൊന്നും അർത്ഥമില്ല. ഒരു യഥാർത്ഥ ഇൻസാൻ എന്ന് പറഞ്ഞാൽ അത് ഖുർആനാണ്. അങ്ങനെ ഖുർആന്റെ ഹഖീഖത്തിൽ സമ്പൂർണമായി ലയിച്ച മനുഷ്യൻ റഹ്മത്തുൽ ലിൽ ആലമീൻ മുത്തു മുഹമ്മദ് മുസ്തഫ. അതാണ് തങ്ങള്. അതാണ് തങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്. തങ്ങളാണ് യഥാർത്ഥ മനുഷ്യൻ. പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരുപാട് ആയത്ത് പലയിടത്തും വന്നിട്ടുണ്ടല്ലോ. തങ്ങളാണ് യഥാർത്ഥ മനുഷ്യൻ. അല്ലാതെ ഇവിടുത്തെ വിദേഹത്തുകാരെ മനസ്സിലാക്കണവര് മനസ്സിലാക്കരുത്. തങ്ങളെ കുറിച്ച് മനുഷ്യൻ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്റെ മാതിരിയാണ് തങ്ങള്, അങ്ങനെ കണക്കാക്കാൻ പാടില്ല. ഇവിടെ ബഷർ എന്ന് പറയാൻ പറ്റിയൊരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ആര് മാത്രമാണ്? മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾ മാത്രമാണ്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊന്നും ബഷറല്ല, നമ്മളൊക്കെ മൃഗാണ്. 4 കാലില്ല എന്നുള്ളൂ, ബാലുല്ലാന്നേ ഉള്ളൂ. സ്വഭാവം മൃഗത്തേക്കാൾ അധപതിച്ചതാണ്. നമുക്ക് എന്ത് ഇൻസാനിയത്താ ഉള്ളത്? എന്ത് ബശരിയത്താ നമുക്കൊക്കെ ഉള്ളത്? നമുക്കൊരു ബശരിയത്തും ഇല്ല. നമ്മളിങ്ങനെ കോലത്തിൽ ബഷറാണെന്ന് മാത്രം സംസാരിക്കും, ഇതല്ലേ? നമ്മളൊക്കെ എന്ത് ബന്ധമുള്ള ഖുർആനായിട്ട്? ദിവസവും ഖുർആൻ ഓതുന്ന ആൾക്കാർ ഈ കൂട്ടത്തിൽ എത്ര ആളുണ്ട്? ഞാൻ നിങ്ങൾ നിൽക്കൊന്നും വേണ്ട, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിത്യവും മുസാഹിഫ് എടുത്ത് വെച്ച് കുറച്ചെങ്കിലും അല്പമെങ്കിലും ഈ അള്ളാഹുവിന്റെ കലാം ഓതണമെന്ന് നിർബന്ധമുള്ള ഈ കൂട്ടത്തിൽ എത്ര ആളുണ്ട്? നിങ്ങൾ അതിലിൻ്റെ കഥ പോലെ പറഞ്ഞ പോക്കാണ്. ആർക്കാ ഓതാത്തിൽ സങ്കടമുള്ളത്? ഇന്നിപ്പോ ഓതാൻ കഴിഞ്ഞില്ല പഠിച്ചോനെ. ഞാൻ ഒരു ദിവസം ബഹ്റുൽ പാകിസ്ഥാനെ കാണാൻ ചെന്നപ്പോ ഒരു വെപ്രാളത്തിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായിരുന്നു എന്തോ ഒരു പൊറുതിയേടുണ്ട്. ഞാൻ ഓതനാലത്തെ സ്ഥാനത്ത് ഓതനാലത്ത് പരീക്ഷ ചെന്നതാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ ഒരു പൊറുതിയേടുണ്ട്. ഇത് കണ്ടപ്പോ മനസ്സിലായി. അങ്ങനെ സംസാരിച്ച് എന്താണ് പൊറുതിയേട് എന്ന് അറിയണം ചോദിച്ചാലോട്ട് വലിയായിരുന്നു ഉസ്താദല്ലേ. അപ്പോ എന്നോട് പറഞ്ഞു, ഇന്നലെ കോഴിക്കോട്ട് നിന്നൊരു പാർട്ടി 3 മണിക്ക് വണ്ടിയേറ്റ് വന്നിരിക്കുന്നു കുടിയിരിക്കലിന് പോകാൻ. ഞാൻ ഓലോട് ക്ഷണിച്ചപ്പോ തന്നെ എനിക്ക് ആ സമയത്ത് വരാൻ പറ്റൂല എന്ന് പറഞ്ഞേക്കണ്. ഓലിങ്ങോട് വന്നവർ തങ്ങളെയും കൂട്ടി വന്നേക്കണ്. ഈ അവരുമായിട്ടൊക്കെ വന്നെന്താ നമ്മൾ കാട്ടുക? അങ്ങനെ ഞാൻ പോയി. എൻ്റെ ഖുർആനോത്ത് മുഴുവൻ മുടങ്ങി. ഇതാണ് സങ്കടം. ഞാൻ തഹജ്ജുദ് നിസ്കരിച്ച് ഓതുന്ന എൻ്റെ ഓത്തൊക്കെ മുടങ്ങിയെന്നല്ലേ. അവരൊക്കെ ഒരു മനസ്സുകൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആരാ ഖുർആൻ എടുത്ത് നോക്കിയത്? റമളാൻ വലിയ കാര്യത്തിൽ വരുന്നുണ്ട്, അത് ഖുർആന്റെ മാസമാണെന്ന് വയല് നമ്മൾ പറയും. നമ്മളും ഖുർആനും കൂടി ബന്ധമാണെന്ന് പറയും. ആരാ നമ്മൾ ഖുർആൻ എടുത്തു വെക്കുന്ന ആൾക്കാരാരാ? നമ്മളെ കൂട്ടത്തില് ഓതണം. നമ്മളും മുസ്ലിം കൂടി ഒരു ആത്മബന്ധം. അതേ സ്ഥാനം മൊബൈലേറ്റ് നമുക്ക് ഭയങ്കര ബന്ധമുണ്ടല്ലോ. എപ്പോഴും നമ്മളെ കയ്യിലോ നോക്കി ഇപ്പോഴും ഇതിൻ്റെ ഇടയിലൂടെ നോക്കിയിട്ടുണ്ടാവും. ഇതിൻ്റെ ഇടയിലുണ്ടാവും അവിടെ കുത്തിർന്ന് നോക്കണം. അതാണ് നമ്മളെ അവസ്ഥ. അത്ര ബന്ധമാണ് ആ സാധനേറ്റ്. അതേ സ്ഥാനം മുസാഫിനേറ്റ് നമുക്ക് ആർക്കും. ഇതാണ് സമൂഹത്തിന് ഇന്ന് സംഭവിച്ച ഏറ്റവും വലിയൊരു അപകടം. പണ്ടൊക്കെ ഓലപ്പര,
ഞാൻ കുട്ടിയാണ് അവസ്ഥ എനിക്കറിയാം. ഇന്നേക്കാൾ വയസ്സുള്ളവർ കൂടുതൽ അസീസാക്കൊക്കെ ഉണ്ട്. പണ്ടൊക്കെ ഓലപ്പേര ചോർന്നൊലിക്കണ പേര, കെടുക്കാൻ കട്ടിലില്ല, നിലത്താ കെടുക്കുക. അതേനെ കരി വരേണ്ട നിലത്ത്, കാലകാൻ ചെരുപ്പില്ല, എല്ലാവർക്കും കൂടി വെച്ച് കെട്ടിയൊരു ചെരുപ്പാണ്ടാവുക. കാലകാൻ കീറപ്പായില കെടുക്കുക. കെടുക്കാൻ ഒരു സ്ഥലം ശരിക്കില്ല, റൂം ശരിക്കില്ല. എന്നാലും അന്നത്തെ മുൻഗാമികൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു. ഒരിക്കതിന് സമയമുണ്ടായി. വൈകുന്നേരം വരെ ആരാൻ്റെ കലയിൽ പണിയെടുത്ത് വൈകുന്നേരം വന്നാലും ഒരു രാത്രി നഫീസത്തുമാലും മൊയ്യദ്ദീന്മാരെയും യാസീനും ഖുർആാനത്തൊക്കെ ഓതിയിട്ട് പോലെ അന്ന് അന്തി ഉറങ്ങുള്ളൂ. അതിൻ്റെ ഒരു പൗര അന്ന് ലോകം ആസ്വദിക്കുന്നത്. ഇന്ന് എല്ലാ സൗകര്യവും ഉണ്ട്. അതുണ്ടാക്കാൻ വെള്ളമുണ്ട്, റൂമുണ്ട്, സൗകര്യമുണ്ട്, ഒക്കെ ഉണ്ട്. അല്ലാഹ് ഓരോരുത്തർക്കും ഓരോ റൂമാണ്, ഓരോ റൂമിലും ബാത്റൂമാണ്. എല്ലാവർക്കും ചെരുപ്പാണ്, എല്ലാവർക്കും വിരിപ്പാണ്, മുസല്ല തരം തരണ്ട്. പക്ഷെ ഒരു ഒളുണ്ടാക്കി 2 റക്അത്ത് നിസ്കരിച്ച് ഖുർആൻ ഓതാൻ ആർക്കും നേരമില്ല. പണ്ടത്തൊക്കെ സ്ഥിതി പറഞ്ഞാൽ നമ്മൾ ഉറങ്ങാൻ കിടക്കണ നേരത്ത് ഇത്ര കുട്ടിയാണെങ്കിലും അല്ലല്ലാന്ന് പറയാതെ കിടന്നാലും മുൻപിച്ച് അല്ലല്ല പറയിപ്പിച്ചു. അല്ലല്ലാന്ന് പറയാതെ കിടന്നാൽ അല്ലല്ലാന്ന് പറഞ്ഞാൽ അത്രേ നമുക്ക് വിവരമുള്ള കുട്ടിയാണ്. എൻ്റെ അവസ്ഥ എൻ്റെ ഉപ്പാൻ്റെ അമ്മ വരും അല്ലല്ലാന്ന് പറഞ്ഞാൽ എന്നിട്ട് നമ്മൾ അല്ലല്ലാന്ന് പറയാം. അപ്പോൾ ഉമ്മാട് തിരിഞ്ഞിട്ടുണ്ടാവും. ഞാൻ കേട്ടില്ലല്ലോ എന്നറിയുമ്മ. അപ്പൊ നമ്മൾ ഉറക്കണ പറയാം അല്ലല്ല. അപ്പൊ പറയും എൻ്റെ കുട്ടി പറഞ്ഞ എല്ലാം ചൊറുക്കുണ്ട്, ഒന്നുകൂടി പറഞ്ഞാൽ എന്നിട്ട് നമ്മളെ നാവുകൊണ്ട് ദ്വാരിപ്പിക്കുകയും എൻ്റെ ഉപ്പാനെ കുഴക്കല്ല, എൻ്റെ അമ്മാനെ ബുദ്ധിമുട്ടാക്കല്ല. ഓൽക്ക് വേണ്ട കാര്യമൊക്കെ നമ്മളെ കൊണ്ടാണ് ദ്വാരിപ്പിക്കുക. അങ്ങനെയാണ് അന്ന് ഉറങ്ങാൻ കിടന്നത്. ഇന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ എത്ര ആൾക്കാർ ദിക്റല്ലുണ്ട്. ഇന്നിപ്പോ ജനറൽ ലൈറ്റ് ഓഫായാലും മുഖം പ്രകാശിക്കല്ലേ. അല്ല പഠിച്ച നരമ്പിന്റെ പുറമ്പൊരു നരമ്പ് ഇപ്പൊ ഒരു കൊക്കയാണ് എല്ലാവർക്കും. കുട്ടികളും വലിയോലും വല്യപ്പി എല്ലാവരും കണക്കാ. പരിശുദ്ധ ഖുർആനും നമ്മളും കൂടി എന്ത് ബന്ധമാണ് ഈ ഉറക്കത്തിൽ? ഇങ്ങനെ മുഅ്മിനായ മനുഷ്യൻ അന്തി ഉറങ്ങേണ്ടത്? അങ്ങനെ ഒരു ഉറക്കുണ്ടോ? അങ്ങനെ എവിടെ ഉറങ്ങാൻ പറഞ്ഞു? ലോകത്തിന്റെ നേതാവ് എത്ര സുന്ദരമായിട്ട് അതൊക്കെ പഠിപ്പിച്ചു തന്നത്. അപ്പൊ നമ്മളൊന്നും വെറുതെ മനുഷ്യന്മാരാവൂല. നമ്മളൊക്കെ കുപ്പായിട്ട് നടക്കുന്നുണ്ടെന്നേ ഉള്ളൂ. നമ്മളെ സ്വഭാവത്തിൽ നമ്മൾ മനുഷ്യന്മാരായിട്ടില്ല. ബഷർ എന്ന് പറയണമെങ്കിൽ ഖുർആൻ സമ്പൂർണ്ണമായ അതിൻ്റെ അക്കായി കസറാറിൽ നമ്മൾ അലിയണം. അപ്പോഴേ നമ്മൾ ബഷറാവുള്ളൂ. അപ്പൊ ആ ബഷറിന് വലിയ യോഗ്യതയും വലിയ സ്ഥാനവും മാനവും ഒക്കെ അള്ളാഹുവിൻ്റെ കലാമ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വലിയ വലിയ സ്ഥാനമാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എന്ത് ബന്ധമുള്ളത്? ഒരു ബന്ധവുമില്ല. ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 5 കൊല്ലം മുമ്പുള്ള മാതിരിയല്ല കൊല്ലം പറന്നിട്ടോലൊക്കെ മത്സരിക്കുന്നു തുടങ്ങിക്കണം. ഇപ്പൊ 5 കൊല്ലം മുമ്പില്ലാത്ത അവസ്ഥയെ ഇപ്പൊ പറന്നിട്ടോല് അങ്ങനത്തെ ഒക്കെ ആൾക്കാരെ ഇനി ഒരു 5 കൊല്ലം കൂടി കഴിയുമ്പോ മൊലയന്മാരും തങ്ങന്മാരുമാണ് ഈ കാര്യം മത്സരിച്ച. ഓല പെരയിലെ പെണ്ണുങ്ങളും എന്താ വേണ്ടി വരിക? അവിടെ ഇതീം പറയേണ്ട ആൾക്കാരെ നമ്മളൊക്കെ അവിടേക്കാണ് ഇതിന്റെ വോൾട്ടേജ് കുറഞ്ഞ് ഖുർആന്റെ ആയത്തിനെ എവിടെ എത്തിച്ചു? എന്നിട്ടോ പഞ്ചായത്തിൽ ജയിച്ചിട്ടോ ഓപ്പൺ ജീപ്പിൽ പെണ്ണിങ്ങനെ കഴിച്ചിട്ട് നിൽക്കുക, തലമുടിയൊക്കെ കാട്ടിയിട്ട് അന്യ ആണുങ്ങളടി കൂടി ടൗണിൽ കൂടി പ്രകടനം നടത്തുകയാണ്. ഖുർആന്റെ ആൾക്കാരൊക്കെ സമുദായ സമൂഹമാണ്. പറഞ്ഞു മനസ്സിലായ? നമ്മളും നമ്മളെ ഉമ്മത്തും കൂടി ഖുർആനും കൂടി എത്ര ബന്ധമുണ്ട്? ഖുർആന്റെ പെണ്ണുങ്ങളെ കുറിച്ച് എന്താ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞത്. അങ്ങനെ കാട് കയറിപ്പോയി സഹോദര. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മളെ വന്യരായ ഉസ്താദ് അവറുകളുടെ ഹയാത്ത് കാലത്ത് തന്നെ കല്ലിട്ട് ഉയർത്തിയെടുത്ത ഞാനിതുകൊണ്ട് എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്ന ആളായിരുന്നു. അപ്പൊ പിന്നെ സമയം കുറച്ച് കുറവാണെന്ന് മാത്രം. അന്ന് പിന്നെ എനിക്ക് ദർസ് ഇവിടെ പരിസരത്ത് തന്നെ ആയതുകൊണ്ട് ഞാനൊരു വെള്ളിയാഴ്ച നാട്ടിൽ പോകുമ്പോൾ ഈ കൂടി വന്നില്ലെങ്കിൽ ശനിയാഴ്ച ഉണ്ടാവും എനിക്കൊരു കുറിപ്പ് അവിടെ.
അങ്ങനെ ഞാൻ ഉസ്താദിനുള്ള ബന്ധം. അതാരെത്തിയെങ്കിലും അവിടെ എത്തിയിട്ടുണ്ടാവും. എൻ്റെ പള്ളിക്ക് ഒരു കുറിപ്പിലൊന്നും ഉണ്ടാവില്ല. ഹിക്കമിൻ്റെ ഒരു ഇബാറത്ത് ഉണ്ടാവും. ഒരു ഹിക്കമത്ത് എഴുതിയിട്ടുണ്ട്. ഇതുണ്ടാവുക ഹിക്കമ എന്ന കിതാബിൻ്റെ ഒരു ഹിക്കമത്ത് എഴുതിയിട്ടുണ്ടാവും. അന്ന് ഞാൻ തന്നെ വരുമ്പോടെ അങ്ങനെയായിരുന്നു. അവരൊക്കെ നമ്മളൊക്കെ ഈ സമുദ്ധരിക്കാൻ സംസ്കരിക്കാൻ എന്തെല്ലാം പ്രയാസങ്ങൾ പാടുപെട്ട് നമുക്ക് ഉണ്ടാക്കി തന്നു. ഇതൊന്നും വേണ്ട വിധം ഉപയോഗിച്ച് ജീവിതത്തിൽ പകർത്താൻ ആർക്കും നേരെ അതിനൊക്കെ ക്ലാസ്സിനൊക്കെ വരും. പെരിയിലെ അവസ്ഥ വേറൊന്നേക്കാൻ, ജീവിതത്തിന്റെ മണ്ഡലം വേറൊന്നേക്കാൻ. ആർക്കും ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള സമയമില്ല. ഇപ്പോൾ പ്രസംഗിക്കണ എനിക്കില്ല, ഒരാളായിട്ട് പറയല്ല. അള്ളാഹു നീ ഞങ്ങളെ സലാമത്താക്കണം. അല്ല അപ്പൊ അൽഹംദുലില്ലാഹി സ്ഥാപനത്തിൽ സുന്ദരമായി ദർസ് നടക്കുന്നുണ്ട്. ആ ദർസൊക്കെ ഇവിടെ നമ്മളൊക്കെ കൂടി സംഘടിച്ച് മാസത്തിലൂടെ ദിക്റുണ്ട്. ഇതുപോലുള്ള ക്ലാസ്സുകളുണ്ട്. നല്ല നല്ല പദ്ധതികൾ, പരിപാടികൾ. ഒരു മനുഷ്യന് സമൂഹത്തിന് നന്നാവാൻ ആവശ്യമായ ഇടപെടലുകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും നമ്മൾ കാറ്റിൽ പറത്താൻ പാടില്ല. ഇതൊക്കെ നമ്മളെ സ്വന്തം ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം. അപ്പോഴേ ഉദ്ദേശിക്കപ്പെടുന്ന ഫലത്തിൽ നമ്മൾ എത്തിച്ചേരുള്ളൂ. അതുകൊണ്ട് ബഹുമാനികളെ, ഈ ഇരിക്കണ നമ്മൾ സാധാരണക്കാരെല്ലാം മനുഷ്യന്മാരാണ്. മനുഷ്യന്മാർക്കുള്ള പവർ എന്ന് പറഞ്ഞാൽ അത് വലിയ പവറാണ്. ഖുർആൻ പ്രഖ്യാപിച്ചത്. ഈ റജബ് മാസം കഴിഞ്ഞു. യഥാർത്ഥ മനുഷ്യനാകുന്ന മുത്തു റസൂലുള്ളാഹി തങ്ങളെ അല്ലാഹു തആല ഈ ലോകത്ത് വെച്ച് തന്നെ ഖുദ്സിയായ ഹദ്റത്തിൽ വിളിച്ചു വരുത്തി ആദരിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. മനുഷ്യന്റെ ഇൻസാനിയത്ത് ഖുർആൻ കൊണ്ട് നേടുമ്പോൾ മനുഷ്യന് എത്തിപ്പെടാവുന്ന സ്റ്റേജുകളും മണ്ഡലങ്ങളും ചരിത്രപരമായ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഒരുപാട് സംഭവ ചരിത്രങ്ങൾ അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ തന്നെ നമുക്ക് പാഠമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് സത്യത്തിൽ ഉൾക്കൊള്ളാൻ ശ്രമിച്ച മഹാനാണ് CM വലിയുള്ളാഹി. അങ്ങനത്തെ മഹാന്മാരൊക്കെ ഓലൊക്കെ നാവോണട് പറഞ്ഞത് ഇവിടെ നടന്നു. എന്തേ അവരും നമ്മളും കൂടെയുള്ള ഡിഫറൻസ് എന്താ? പുറത്ത് എന്താ വ്യത്യാസം? എന്താ? ഓലും മനുഷ്യൻ, നമ്മളും മനുഷ്യൻ. ഓലാണ് മനുഷ്യന്മാര്. നമ്മൾ മനുഷ്യത്വത്തിൽ നമ്മൾ എത്തിയിട്ടില്ല. ഇൻസാനിയത്ത് നമുക്ക് ലഭിച്ചിട്ടില്ല. അതിന് നമ്മൾ ഇനിയും ഒരുപാട് പണിയെടുക്കേണ്ടതുണ്ട്. ഒന്ന്, നമുക്ക് വിവരമില്ല. അതുകൊണ്ട് ബഹുമാനികളെ, നല്ല ആലോചിച്ച് നമ്മൾ നീങ്ങിയിട്ടില്ലെങ്കിൽ കാര്യം ഇങ്ങനെ വോൾട്ടേജും ഇതൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകാവസാനത്തിന്റെ അടയാളമായി ഒന്നാമതായി പറഞ്ഞെന്താ? അന്തലിലമത്തു റബ്ബത്തഹ. അതായല്ലോ ഇപ്പോ വീട്ടിൽ പ്രസവിക്കപ്പെടുന്ന പെൺകുട്ടികൾ വീട്ടിൽ ഭരണാധികാരികളാവും. ഇപ്പൊ വാപ്പ കെട്ടിക്കാൻ ഒരുങ്ങിയാൽ മകള് പറയുന്ന കെട്ടിക്കണ്ട, ഞാൻ പഠിക്കുകയാണ്. ഇപ്പൊ ആൺകുട്ടിയാക്കൊന്നും പെണ്ണില്ല. ഇവിടെ എങ്ങനെ അറിയില്ല, ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആണുങ്ങൾക്കൊന്നും ഇപ്പൊ പെണ്ണില്ല, ഒരു നാട്ടിലും ഇല്ല. ഞാൻ UAE ചെന്നപ്പോൾ ഒരാളിനോട് പറഞ്ഞിട്ട് ഒരു മോന് 30 വയസ്സായി, ഒരു മോനായിട്ട് രായായി 28, 27 ഒക്കെ ആയി. രണ്ടാക്കും കല്യാണം നോക്കൽ തുടങ്ങിയിട്ട് 4-5 കൊല്ലായി ഉസ്താദ്, ഇതുവരെ ശരിയായിട്ടില്ല. സങ്കടം പറഞ്ഞു. അപ്പൊ ഞാൻ മോനോട് ചോദിച്ചു, എന്നേക്കാൾ പ്രായം കുറഞ്ഞ ആളാണ്. പെമ്മക്കളും ചോദിച്ചു. ഞാൻ ഒരു മോളുണ്ട്, എത്ര വയസ്സായി? 24. കെട്ടിച്ചില്ല. അതിൻ്റെ ഇപ്പോൾ പഠിക്കുക. എന്നാലേ നിങ്ങളെ ആൺകുട്ടിയൊക്കെ കെട്ടാനുള്ളതും പഠിക്കുകയാണ്. നിങ്ങളെ ആൺകുട്ടിയൊക്കെ കെട്ടാനുള്ളതും പഠിക്കുകയാണ്. അവിടെ വെച്ചാൽ മതി. അള്ളാഹ് വലിയ ഹക്കീമാണ്. ഇതൊക്കെ അള്ളാഹു കാണുന്നുണ്ട്. ഓരോരുത്തർ മാത്രം എന്ത് ചെയ്യൂല, നിയമമില്ല. നിങ്ങൾക്ക് വേഗം ശരിയാക്കി തരിക. നിങ്ങളെ മോളെ കെട്ടിച്ചയക്കേണ്ടടുത്ത് നിങ്ങൾ കെട്ടിച്ചയക്കൂല, അത് നടക്കൂല. അപ്പോഴാണ് അയാൾ അതിനെക്കുറിച്ച് കണ്ണുതന്നെ തുറക്കുന്നത്. ശരിയാട്ടാ ബഹുമാനികളെ, കാലം അന്തലിലല്ലാമത്തു റബ്ബത്തഹ.
പ്രസവിക്കപ്പെട്ട പെൺകുട്ടികൾ ഉമ്മാരെയും ബാപ്പാരെയും അടിമകളെ പോലെ ഭരണം നടത്തുന്ന ഒരു കാലം ഇവിടെ വരും. ഏത് വീട്ടിലല്ലാത്തത്? ആർക്കും അവകാശപ്പെടാൻ പറ്റില്ല. പെൺകുട്ടികൾക്കാണ് ഇപ്പം അധികാരവും അവകാശവും. മിക്ക വീട്ടിലും അങ്ങനെയാണ്. അതിന്റെ ആകാരമാണ് രാജ്യത്ത് വരാൻ പോണത്. ഇപ്പൊ അങ്ങനെ പെൺകുട്ടികളെ കെട്ടിക്കണ്ട, ട്രെൻഡ് അങ്ങനെ ഇപ്പൊ കെട്ടിക്കണ്ട, അല്ലാതെ പ്രസവിക്കണ്ട, അല്ലാതെ തന്നെ എല്ലാ സുഖം കിട്ടുപ്പോ. അങ്ങനത്തെയാണ്. അവിടേക്കാണ് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ നമ്മളൊക്കെ വീടിന്റെ അവസ്ഥ അങ്ങനെ. ഒരാളെ പറ്റി മാത്രം പറയല്ല. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. എവിടെ നമ്മൾ എത്തുന്ന അറിഞ്ഞുകൂടാ. ഏത് അരീത് പരിശോധിച്ചാലും ഖിയാമത്ത് നാളിന്റെ അടയാളം ഒന്നതാണ്, അന്തലിതല്ലാമത്തു റബ്ബത്തഹ. ഏത് അരീത് നോക്കിയാലും ഒന്നാമത്തെ അടയാളം അതാണ്, അന്തലിതല്ലാമത്തു റബ്ബത്തഹ. ഞാൻ പണ്ട് കുട്ടിയാകുമ്പോ റിയാദ് സ്വാലിയൊക്കെ ഓടിയപ്പോൾ എന്താണ് പറഞ്ഞത് നമുക്ക് മനസ്സിലായില്ല. പ്രസവിക്കപ്പെട്ട പെൺകുട്ടികള് ഉമ്മാനെ അടിമയാക്കുന്ന നമുക്ക് അന്ന് എന്താണ് അതിന്റെ അർത്ഥം എന്നുള്ളത് ഇപ്പൊ നമുക്കത് ശരിക്ക് ബോധ്യപ്പെടുകയാണ്. എവിടെ ഇപ്പം അങ്ങനെ? അതുകൊണ്ട് കുട്ടികളൊക്കെ കുട്ടിക്കാലത്ത് തന്നെ എന്ത് ചെയ്യണം? അതിൻ്റെ ഹയാ നഷ്ടപ്പെടാതിരിക്കാൻ നോക്കണം. ബാപ്പ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഹയാ എന്നത് നഷ്ടപ്പെടാത്ത മേഖലയിൽ മാത്രമേ പെൺകുട്ടികളെ ബന്ധപ്പെടുത്താൻ പാടുള്ളൂ. പഠിപ്പിക്കണേന് നമ്മളെതിരല്ല, പഠിപ്പിച്ചോളി. എന്തിനാ ഓൾ അഡ്വക്കറ്റാണ്, ഇപ്പൊ BA LLB ഒക്കെയാണ്, പഴയത്തിനാത് അറിഞ്ഞൂടാ. അതെന്തിനാണ് നമുക്ക് മനസ്സിലാകണില്ല. ഡോക്ടറാകാരനൊരു ന്യായമുണ്ട്, പെണ്ണിനെ പെണ്ണ് ചികിത്സിക്കണം. അതിൽ നമുക്ക് അങ്ങനെ ഒരു ന്യായം പറയാം. പെണ്ണിനെ പെണ്ണ് ചികിത്സിക്കണേ പെണ്ണ് ഡോക്ടറാവണം. മറ്റുള്ള വിദ്യാഭ്യാസമൊക്കെ എന്തിനാണ് പെണ്ണ് പഠിക്കണമെന്ന് നമുക്കറിഞ്ഞൂടാ. ഇസ്ലാം പറഞ്ഞ പോലെ ഒത്തിരിക്കുക, അവർക്ക് ഭക്ഷണം ആണ് കൊടുന്നു കൊടുക്കുക. അന്ന് ഇവിടെ ഒരു പെൺകുട്ടിനെയും കെട്ടിക്കാൻ പെൺകെട്ട് ശരിയാകാത്ത കേസ് തന്നെ അന്നില്ല. അങ്ങനത്തെ ഒരു വിഷയം ഒന്നില്ല. ഇന്നൊക്കെ കൂടി ഇങ്ങോട്ട് പുറത്തിറങ്ങിയപ്പോ ചിലർക്ക് പെണ്ണില്ല, ചില പെണ്ണിന് ആണില്ല, ഒക്കെ കൂടിയുള്ള വിരകയിൽ കഴിഞ്ഞപ്പത് എല്ലാം കൂടി എവിടേക്കൊക്കെയാണ് എടുത്തുപിടിച്ചതെന്നറിയില്ല. അള്ളാഹു വജി ഞങ്ങളെ കാത്ത് രക്ഷിക്കണം അല്ല, ഞങ്ങളെ കുടുംബത്തിനെ നീ രക്ഷിക്കണം അല്ല, ഞങ്ങളെ ഭാര്യ മക്കളെ കൊണ്ട് ഞങ്ങളെ നശിപ്പിക്കരുത് അല്ല, ഞങ്ങളെ നരകത്തിലിടരുത് അല്ല. നിന്റെ ബാക്കിലൊക്കെ വലിയ പരീക്ഷണങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. സൂക്ഷിച്ച് ജീവിച്ചാൽ മതി. മുൻഗാമികളെ അക്കീദയിൽ മാത്രം ജീവിച്ചാൽ മതി. അതിൻ്റെ അങ്ങേപ്പുറത്തേക്ക് നമ്മൾ പോയാൽ അപകടപ്പെടും. എല്ലാ അപകടത്തിലും നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് ബഹുമാനികളെ, ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ പിന്നെ നമ്മളെ സ്ഥാപനമാണ്. അപ്പം എന്തെങ്കിലും ഉസ്താദ് നേരത്തെ വിളിച്ച് എൻ്റെ ഒഴിവിനനുസരിച്ച് വെച്ച ഡേറ്റാണിത്. നിങ്ങളെ ദിവസം മാറിയേക്കണോ ഞാൻ എനിക്കറിയില്ല. എൻ്റെ ഒരു ഒഴിവ് നോക്കിക്കണ്ട് ആ ഡേറ്റ് നിങ്ങളവിടെ എഴുതിയേക്കി അറിയാണ്ട് കുറേ ദിവസത്തേക്ക് ഡേറ്റ് എഴുതി വെച്ചിട്ട് ഈ ദിവസം തന്നെ നിങ്ങളതൊന്ന് ഒഴിവാക്കി തരുമോ എന്ന് ചോദിച്ച് വിളിച്ച 100 മനുഷ്യന്മാർ വേറെ ഉണ്ട്. നിങ്ങളതൊന്ന് മാറ്റി വെച്ച് തരുമോ, ഞങ്ങൾക്കൊരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അള്ളാഹു സുബ്ഹാനഹു, ഞാൻ പറഞ്ഞു അതിൻ്റെ നാട്ടിൻ്റെ സ്വന്തം പരിപാടി എനിക്ക് മാറ്റാൻ പറ്റൂല എന്ന് പറഞ്ഞു കണ്ട് ഒഴിവായതാണ്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല, അതിൻ്റെ അർത്ഥം നമ്മൾ വലിയ ആളെന്നുള്ളതല്ല, മറിച്ച് നമുക്ക് കഴിയുന്ന ഖിദ്മത്തും സേവനും പറ്റുന്നിടത്തൊക്കെ ചെയ്യുക, അത്രേ ഇതിലുള്ളൂ. ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാത്ത ചിലവർക്കൊന്നും ഇപ്പം നമ്മൾ വയലിറക്കാൻ പറ്റൂല. ഈ വയലിലൊക്കെ പറഞ്ഞാൽ ചിലവർ ശ്വാസത്ത് നീച്ചു പോകും എന്ന് വിചാരിച്ചിപ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ? പറയാതിരിക്കാൻ പറ്റൂല. ബഹുമാനികളെ, നിങ്ങളൊക്കെ കൂടി നീച്ചു പോയി അപ്പോഴാണ് ഞാനോട് ഇറങ്ങിപ്പോകും, അത്രേ ഉള്ളൂ. പോയില്ലേ സംഗതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അപ്പൊ ഇപ്പൊ തന്നെ അല്ല ശ്രദ്ധിച്ച് ചെറിയ കുട്ടികളെ തന്നെ ഞാൻ എപ്പോഴും ഓർത്തു. ഞാൻ ഓക്കസ്താന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു 5 വയസ്സായൊരു പെൺകുട്ടി ഇങ്ങനെ കാല കുപ്പായൊക്കെ ഇട്ടേക്കണ്, ഒക്കെ മറിച്ചേക്കണ്, അല്ലെങ്കിൽ കൂടി മുണ്ടൊക്കെ ഇട്ട് മുന്നിൽ എന്തൊക്കെയാണ് ഉസ്താദ് അവിടെ ഒത്തുക്കോ, അവിടെ ഒത്തുക്കോ. അത് പോളം 5 വയസ്സായ കുട്ടീനോട് അവിടെ ഒത്തുക്കോ, അവിടെ ഒത്തുക്കോ. ഞാൻ അതാ ചിന്തിച്ചത്, ഈ ഒരു ചെറിയ കുഞ്ഞി പൈതലിനോട് മഹാനായ ശൈഖ്, ഞാൻ അവിടെ ഉണ്ട്, ഞാൻ അന്യൊരാളാണ്. അപ്പൊ അവരൊക്കെ കൽബിൽ ആ ശീലിപ്പിക്കൽ കണ്ടാണ് നിങ്ങളെ കുട്ടിക്കാലത്ത് തന്നെയുള്ള പതിവാക്കല്.
അത് ആ ശീലാണ് അവരൊക്കെ കേട്ട് വരുന്നത്. ഡോക്ടറെ ഇവിടെ സൗകര്യമുണ്ട്, ഇവിടെ മുന്നിൽ ഇരുന്നോളൂ ഡോക്ടറെ, ഇവിടെ മുന്നിൽ സൗകര്യം. അപ്പം ആയിക്കോട്ടെ, നമ്മളെ പുരാപ്പിളൻ ആയിക്കോട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇവരെ വാപ്പ വലിയ മുദരിസും ആലിമൊക്കെയാണ്. അപ്പോൾ അള്ളാഹു നമ്മളെ കുട്ടിമാക്കാൻ്റെ ശിഷ്യനുമാണ് വാപ്പ. കുറേ രോഗങ്ങളുണ്ട്, അതിനൊക്കെ അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. പൂർണ്ണമായ ശിഫ സലാമത്ത് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അപ്പം അങ്ങനെ കുട്ടിമാക്കാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരു ജ്യേഷ്ഠാഞ്ചന്മാരുമായുള്ള ബന്ധമായതുകൊണ്ട് വിളിക്കണതാണ്. ഇവരൊക്കെ വലിയ പറന്ന ആലിമാണ്, നിറഞ്ഞ ആലിമാണ്. അള്ളാഹു അവരൊക്കെ അവരൊക്കെ സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ, റാഹത്താക്കി കൊടുക്കുമാറാകട്ടെ. ബഹുമാനികളപ്പം അതുകൊണ്ട് നമ്മൾ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. നമ്മൾ ഖുർആനും കൂടി ഇന്നിപ്പോൾ ഞാൻ പ്രധാനമായിട്ട് നിങ്ങളോട് പറഞ്ഞ കാര്യത, നമ്മൾ മുസാഹിബും ഖുർആനും കൂടി ഒരു ബന്ധമാണ്. ഞാൻ ഒരിക്കൽ കണ്ണിയത്ത് ഉസ്താദിനെ കാണാൻ പോയി. ഒരിക്കലല്ല, ഞാൻ പലപ്പോഴും പോയി കാണുകയും ദ്വാരിപ്പിക്കുകയും ചെയ്ത ഒരു വലിയ മഹാനാണ് ബഹുമാനപ്പെട്ടവർ, ബഹുമാനപ്പെട്ട മഹാനവറുകൾ. അങ്ങനെ എപ്പോൾ ചെന്നാലും ഉണ്ടാവുന്നത് ആ പെരൻ്റെ എത്തി എന്ന് തലട്ട് പുറത്തുനിന്ന് ഇങ്ങനെ തലട്ട് നോക്കിയാൽ ഫാത്തിഹ സൂറത്ത് ഇങ്ങനെ കെട്ടി മറിയക്കാരൻ ഇയ്യാക നഅ്ബുദു അങ്ങനെ ആവർത്തിച്ച് പറയും. ഇയ്യാക നഅ്ബുദു ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇങ്ങനെ ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കും. എന്നിട്ട് ആ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദി യാ വദൂദ് യാ വദൂദ് യാ വദൂദ് എന്ന് കുറച്ച് പറയും. അപ്പോഴാണ് നമ്മൾ സലാമാണ് പറയില്ല, അസ്സലാമു അലൈക്കും അങ്ങനെ പറയണം. വ്യക്തമാക്കി മഹ്റജെന്ന് പറയും വേണം. അക്ഷരം തെറ്റിയ അപ്പം ചോദിച്ചു, ജദ്ദേ പറഞ്ഞു ചോദിച്ചു. അപ്പൊ ശ്രദ്ധിച്ച് പറയും, നമ്മൾ മുത്തഅല്ലിമാണ്. അപ്പൊ സലാം വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ആരാണത്? നമ്മളെ പേരൊക്കെ കണ്ട് പറയും. ആ അലി എന്തിനു വന്നു? എന്താ വാപ്പാന്റെ പേര്? കുഞ്ഞഹമ്മദ്. കുഞ്ഞഹമ്മദിന്റെ മകൻ അലി ഇവിടെ എന്തിനു വന്നു? ഉസ്താദിനെ കൊണ്ട് ദ്വാരപ്പിക്കാൻ വന്നതാണ്. അതിലങ്ങോട്ട് ദ്വാരക്കും. എത്രേ ഇപ്പൊ ദ്വാരക്കല് മറിയാന്ന് വെച്ചു. അവര് കണക്കിലെടുക്ക എത്ര ദൂരത്തുനിന്ന്. ഞാൻ ചെറിയ ആളാ വലിയ ആളാന്ന് എല്ലാ മനുഷ്യൻ കണക്കിലെടുക്കുന്നുണ്ട്. ഇത്ര ദൂരത്തുനിന്ന് ബസ്സും വണ്ടിയൊക്കെ കയറി ഈ വെറുതെ വരൂല എന്നുള്ള പറഞ്ഞില്ല. അതിനനുസരിച്ച് ഇത് വരുന്നു തരും. അങ്ങനെ അപ്പൊ ഞാൻ എപ്പോ ചെന്നാലും ഫാത്തിഹ സൂറത്ത് ഇയ്യാക നഅ്ബുദു അങ്ങോട്ട് വരുമ്പോ 2-3 പ്രാവശ്യം ആവർത്തിച്ച് ഓതും. ആ ഒരു മുറാഖബന്റെ പദം ഇസ്തിഗ്ഫാറാണല്ലോ അപ്പൊ വരേണ്ടത്. വായിബായ അള്ളാഹു ഹാലിറാകുകയാണല്ലോ ഇയാക്കില്ല. അതേരെ വായിബല്ലേ? അൽഹംദുലില്ലാഹി റബ്ബി, അത് വായിബ. അർറഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ വായിബ. ഇയ്യാക്ക കിടക്കുമ്പോ ആ 3 ആയത്ത് ഓതുമ്പോത്തിന് അള്ളാഹു ഹാലിറാകുകയാണ്. ഇയ്യാക്ക ഇങ്ങനെയായിരുന്നു അത് ആ മട്ടത്തിൽ. അങ്ങനെ അത് മാത്രമല്ല, ഫാത്തിഹ സൂറത്ത് ഓക്കെ ഉസ്താദും ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നതാണ്. എത്ര ഫാത്തിഹയാണ് ഒരു ഓതുക? നടത്തത്തിലൊക്കെ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കും. നമുക്കത് കാണാതാരും ഓതാനും അത് ഓതൂല. നമ്മൾ നിസ്കാരത്തിൽ തന്നെ ഒരു മട്ടത്തിൽ ഓതിയ തിരക്കടില്ല. അതൊരു കമ്പ്യൂട്ടർ ഓത്താണ് ഓത്ത. ഞാൻ കാണിക്കണില്ലപ്പ ഓത്ത്. എന്തോ ഒരു ഓതുക. അതിന് താക്കീക്കും തുറത്തിയിലും ഒക്കെ ഉണ്ട്. ഓതാനും ഞമ്മക്കറിയില്ല ബഹുമാനികളെ. അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ ജീവിച്ചപ്പോൾ ഞാൻ തന്നെ ഇപ്പം ഇവിടെ 35 കൊല്ലായി. 1990 വരൽ തുടങ്ങിയാണ് ഉസ്താദിൻ്റെ. അങ്ങനെയായിരുന്നു അവൻ വഫാത്ത് വരെ ആ ബന്ധം ഉണ്ടായിരുന്നു, വലിയ ബന്ധം. ഉസ്താദ് മരിച്ച പിറ്റത്തെ ആഴ്ചയാണ് എൻ്റെ ഭാര്യ പ്രസവിച്ച ആൺകുട്ടി. ആ കുട്ടിക്ക് സൈനുദ്ദീനാണ് പേര്. ഉസ്താദിൻ്റെ പേരിട്ടതാ. അങ്ങനെയാണ്. കൊല്ലം ഇയാസ് സുന്നിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ് മുത്തവൽ സാനിക്ക്. അള്ളാഹു നല്ല ഉഹ്റവിയായ ആലിമീങ്ങളെ കൂട്ടത്തിൽ നമ്മളെ കുട്ടികളെ അള്ളാഹു പെടുത്തട്ടെ. നമ്മളെ കുട്ടികൾക്കൊക്കെ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അപ്പം അതുകൊണ്ട്
നമ്മളും ഖുർആനും കൂടി ഒരു ബന്ധം ശരിക്കുണ്ടാക്കിയെടുക്കണം. മുസാഫ് അത് ബഹുമാനിച്ച് വെച്ചിട്ടും അതിന് വലിയ സ്ഥാനം ഉണ്ടാക്കിയിട്ട് തൊട്ടിട്ടും അങ്ങനെ എടുത്തിട്ടും മുത്തിയിട്ടും അത് ആ ബഹുമാനത്തിൽ വെച്ചിട്ടും അതിൻ്റെ ആദരവിൽ വെച്ചിട്ടും മറിച്ചിട്ടും ഒരായത്തെ ഒരു വലിയ ഓതിയിട്ടും അങ്ങനെ നമ്മളും ഖുർആനും കൂടി ഒരു ബന്ധം മരിക്കണതിന് മുമ്പ് നേടിയെടുക്കണം. ഒന്ന് നോക്കില്ലേ, ശ്രമിച്ചു നോക്കില്ലേ? ഇപ്പോഴും ശ്രമിക്കൽ തുടങ്ങിയിട്ടില്ലേ? ഒന്ന് കണക്കിലെടുക്കണം എല്ലാവരും. മുസാഫും നമ്മളും കൂടി ഖുർആൻ. എൻ്റെ ഭാര്യൻ്റെ ഒരു വല്യമ്മ ഉണ്ടായിരുന്നു, പാപ്പാൻ്റെ അമ്മ. അത് എപ്പോൾ ചെന്നാലും ഉണ്ടാവും അതിൻ്റെ കൈക്ക് മുസാഫ്. നമ്മൾ എപ്പോൾ ചെന്നാലും ഉണ്ടാവും അതിൻ്റെ കൈക്ക് മുസാഫ്. ഓരോരോ ബന്ധം മരിച്ചതും അങ്ങനെ തന്നെ. ആ ഓതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒന്നുണ്ടാക്കാൻ പോയത് ഒന്നുണ്ടാക്കിയപ്പോൾ തളർച്ച എന്നാണ് മരിച്ചത്. ഓർക്കും അസുഖമില്ല, രോഗമില്ല, മരിച്ചാലും പടില്ല. ഓൽക്ക് ഞമ്മക്കൊക്കെ ഒന്ന് മരിച്ചിട്ടുണ്ടെങ്കിൽ കുറേ വെന്റിലേറ്റർ കിടക്കേണ്ടി, കുറേ ഐസിയു കിടക്കേണ്ടി വരും. അള്ളാഹു കാക്കട്ടെ, അള്ളാഹ് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹുവേ ഞങ്ങളെ സലാമത്താക്കണം അല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ഇൻസാനാവുക. ഇൻസാൻ എന്ന് പറഞ്ഞാൽ തൊടാൻ ഒന്ന് കൊണ്ടിരും. പണ്ട് പുത്തമ്പള്ളി പാപ്പാനെ ഒന്നുള്ളവർക്ക് കാണാൻ പറ്റുള്ളൂ. അവരുടെ കാലം ഉണ്ടായിരുന്നു. 40 വർഷമായി ഇരുത്തിരുന്നിക്കണ മൂപ്പര്. ഒന്നുള്ളവർക്ക് മാത്രമേ മൂപ്പരെ കാണാൻ പറ്റുള്ളൂ. ഒരു ഇതിൻ്റെ ഷെഡിൻ്റെ ഉള്ളിൽ മൂപ്പര് ബാത്തെടുക്കണം. ഒന്നോടുകൂടിയാണ്ട് കിടക്കാൻ പറ്റും. നിബന്ധനയായിരുന്നു, ഒന്നുമില്ലാത്തവരാണ്ട് കിടക്കാൻ പറ്റൂല. അപ്പൊ മൂപ്പർക്ക് എത്ര ഒന്ന് വേണം, എത്ര ശുദ്ധി വേണം. അങ്ങനെ ഒരു അമുസ്ലിമെ കാണാൻ വന്നു. അമുസ്ലിമെ കാണാൻ വന്നപ്പോൾ ചെന്നിട്ടുണ്ട് ആൾക്കാർ ഖാദിമീങ്ങളൊക്കെ പറഞ്ഞു കാണാൻ പറ്റൂല. ഉസ്താദിന്റെ സ്ഥിതി അങ്ങനെ. ഇപ്പൊ നിലയും വിളി ഉണ്ടാക്കി. അപ്പൊ ഉസ്താദിനോട് ചെന്ന് പറഞ്ഞു, ഉസ്താദിനോട് ചെന്ന് പറഞ്ഞു ഖാദിമീങ്ങൾ ഓൻ പോണില്ല, നിലയും വിളി ഉണ്ടാക്കി. ഓനോട് ഷർട്ട് പൂർത്തിയാക്കി വരാൻ പറയാം. ആ മനുഷ്യൻ നേരെ പൊന്നാനി മഹൂനത്ത് പോയി മുസ്ലിമായി, ഷഹാദത്തിൽ മുസ്ലിമായി പൂർത്തിയാക്കി. പിന്നെ ഒന്നോടുകൂടിയാണ് ഉസ്താദിന്റെ അടുത്ത് വന്നത്. പിന്നെ ഉസ്താദിന്റെ ഖാദിമായി മുരീദായി എന്ന് പറയുന്നത്. അതാണ് അവരൊക്കെ ഒന്നുകൊണ്ട് കിട്ടിയ നേട്ടം. അപ്പൊ അതുകൊണ്ട് ബഹുമാനികളെ, ഈ ഇരിക്കണ സാധനം ഒരു പരിശുദ്ധമായ വസ്തുവാണ്. സ്വർഗത്ത് പോകാനുള്ളതാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ മുത്തു റസൂലുള്ളാഹി തങ്ങളെ ആദരിക്കുന്ന വീടാണ്. ആ ആദരിക്കുന്ന ചടങ്ങിൽ നമ്മളൊക്കെ ക്ഷണിക്കപ്പെട്ട അതിഥികളാവണം. നമ്മളൊക്കെ അവിടുത്തെ അതിഥികളാണ്. തങ്ങൾക്കുള്ളതാണ് അവിടെ വസീലത്തും ഫളീലത്തും ഇങ്ങനത്തെ വലിയ പദവിയൊക്കെ വെച്ച് മുത്തു റസൂലുള്ളാഹിക്ക് വേണ്ടി സ്വർഗം നേരത്തെ അള്ളാഹു തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ഓപ്പണിങ് തങ്ങളാണ് നടത്തുക. തങ്ങളാണ് അതിന്റെ ഗവൺമെന്റ് എടുത്ത് ഇരിക്കാൻ പറയാം. എന്നിട്ട് അള്ളാഹ് പറയും കിടക്കണോലോട്, ആരിതീ കൂടി വന്നാലും കിടക്കണോ കിടക്കണ്ടേന്ന് തങ്ങൾ പറഞ്ഞാൽ മതി, തങ്ങൾ പറയാത്തോലും ഇങ്ങോട്ട് കയറണ്ടാണ്. അങ്ങനെ തങ്ങൾ സ്വർഗത്തിന്റെ വാതൊക്കെ ഇരിക്കുന്ന അന്ന് മുത്തുനബി നമ്മളൊന്ന് തിരിച്ചറിയുന്ന പോലെ കൂടുതൽ അതൊന്ന് ആക്കട്ടെ. അതിന് നമ്മൾ അസ്സലാമു അലൈക അയ്യുഹൻ നബി ഒക്കെ നല്ലോണം ചെല്ലണം. ഒരു അത്തയ്യാത്തിൽ മാത്രം ചെല്ലിയ പോരാ. വീട്ടിൽ നിന്നുണ്ട് ഇറങ്ങുമ്പോൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ വറഹ്മത്തുള്ളാഹി വബറകാതുഹു ചെല്ലിയ മുറാഖബയിൽ ഇറങ്ങണം. അതാണ് ഖുർആൻ പഠിപ്പിച്ച മുറാഖബ. അത് ചൊല്ലിയിട്ട് നമ്മൾ ഇറങ്ങണം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ ചിലവർ ആശുപത്രിയിൽ നിന്ന് വിളിച്ചു, പ്രസവത്തിന് പോണ പെണ്ണുങ്ങളൊക്കെ വിളിച്ചപ്പോൾ ഞാൻ പറയും, ജയിക്കാണ്ട് കിടക്കുമ്പോൾ ഏത് ചെല്ലിയാണ്ട് കടന്നോ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി. അത് ചൊല്ലിക്കാണ്ട് കടന്നോ, എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. വിശ്വാസത്തോടു കൂടി കടന്നാൽ അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ തന്നെയാണ്. അങ്ങനത്തെ സലാമാണത്. അത് നമുക്ക് ഒരു വീട്ടിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ആളില്ലെങ്കിൽ എന്താ ചെല്ലേണ്ടത്? അസ്സലാമു അലൈക. നമ്മളെന്താ പറയല്? നമ്മൾ സാധനമൊക്കെ വാങ്ങി പെരയിലിങ്ങനെ വന്ന് കൊലയുമ കയറുമ്പോൾ പെരക്കാരും സ്വീകരിക്കാൻ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ പറഞ്ഞ വാക്കെന്താ? ഈ കുരിപ്പുകള്. അതല്ല ആളില്ലാത്ത ആ പെരയിലുള്ളൊരു മുഴുവൻ കുരിപ്പുകളായി മാറും. നമ്മൾ പറയേണ്ടത് എന്താ? അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ. നല്ലോണം ചൊല്ലിക്കോളി. ഇന്ന മയ്യത്ത് കബർക്കാണ്ട് ഇറക്കുമ്പോഴേ തങ്ങളുണ്ടാവും 2 കൈയും കാട്ടിയിട്ട് നമ്മളെ വാങ്ങാൻ. വെറുതെ കിട്ടൂല, പണിയെടുക്കണം.
കിടക്കണോടത്തും പോണ കക്കൂസ് മൂത്രപ്പരൊന്നും വേണ്ട. അല്ലാതെ പരിശുദ്ധമായി ഏത് കവാട, ഏത് യാത്ര പോവുക, ഏത് ഡോറ് കിടക്കുക, ഈ കോടതിക്ക് കേസിന് വിളിച്ചതാ. ഇതാണ് ചൊല്ലിപ്പോയിക്കോളി. മുത്തുനബി ഉണ്ടാവും നമ്മളെ കൂടെ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ സ്വാലിഹീൻ. മഹാന്മാരൊക്കെ അവസാനം തങ്ങളോടല്ലേ പറയാ കേസ്. വേറൊരു വക്കി ഉസ്താദിൻ്റെ അടുത്ത് ഞാൻ ഓതുമ്പോൾ ഒരു കുട്ടിക്ക് എന്ത് ചെയ്തു, ഭ്രാന്തുണ്ടായി. എൻ്റെ ഒരു അയൽവാസി കുട്ടി, 7 വയസ്സായ കുട്ടി ഭ്രാന്തുണ്ടായപ്പോൾ ബാപ്പിയമ്മയും കൂടി എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞപ്പോൾ ഞാൻ ബാപ്പാനെ കൂട്ടി കുട്ടീനെയും കൂട്ടി ഷെയ്ഖുനാൻ്റെ അടുത്തേക്ക് പോയി. ഷെയ്ഖുനാനൊക്കെ നോക്കിയിട്ട് പെന്നും കടലാസൊന്ന് കയറാൻ പറഞ്ഞു. ഞാൻ ഒരു ചികിത്സ പഠിപ്പിച്ചു തന്നു. അതിൻ്റെ ഇജാസത്തും തന്നു. ഇത് ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനത് ചെയ്തു കൊടുത്തു. ആ സോക്കേട് മാറി. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ രോഗം വീണ്ടും വന്നു. അപ്പൊ ബാപ്പി ഉമ്മയും കൂടി നുളച്ചിൽ തുടങ്ങി. പിന്നെ ആദ്യം ഉമ്മയെ നുളച്ചി. അങ്ങനെ എന്ത് ചെയ്തു, ബാപ്പാനെയും കുട്ടീനെയും കൂട്ടി വീണ്ടും പോയി. പിന്നെ വളരെ കടുപ്പുള്ള ചികിത്സ പറഞ്ഞു തന്നു. അതിൻ്റെ ഇജാസത്തും തന്നു. അതും ചെയ്തു. ഒരു 5-8 മാസത്തിന് പിന്നെ ഉണ്ടായില്ല. പിന്നെ അതിലേറെ വീണ്ടും വന്നു. 3-ാം പ്രാവശ്യം വന്നപ്പോൾ എന്ത് ചെയ്തു, അവിടെ തന്നെ പോകാറുണ്ടെങ്കിൽ ഉസ്താദിൻ്റെ അടുത്ത് ഇങ്ങനെ ചെന്നു. ഞാൻ ആ കുട്ടിയുടെ കൈ പിടിച്ചൊക്കെയുണ്ട്. വാപ്പൻ്റെ ഒപ്പം ഒളിച്ചുകൊണ്ട് എൻ്റെ പിന്നിലുണ്ട്. ഒഴുക്കങ്ങളിൽ ചെന്നപ്പോൾ ഉസ്താദ് ഇങ്ങനെ നോക്കിയിരിക്കുക. നമുക്ക് നമ്മളൊന്നും പറഞ്ഞാൽ കേൾക്കൂലല്ലേ എന്ന് പറഞ്ഞ കുട്ടിയുടെ മേത്തുള്ള ശൈത്താനേ, നമ്മളൊന്നും പറഞ്ഞാൽ കേൾക്കൂല പോലല്ലേ. എന്നാ നീ ആ റസൂലുള്ളാഹിനോടൊന്നാണ് പറയട്ടെ. ഒറ്റ നീണിച്ചിലാണ് കസാലിന്ന് നീണിച്ച് ആ വരാന്തീന്ന് ഒത്തുകാട് കടന്ന് ഞാൻ അങ്ങനെ പുറത്തേക്കുണ്ട്. അവിടെ പോയ ഉസ്താദ് ഇങ്ങോട്ടേ വന്നിട്ട് പറഞ്ഞു, മാറിയിക്കണ് പോയിക്കോളിയാണ്. അന്ന് പറഞ്ഞതാണ്. ഇന്ന് വരെ രോഗം ഉണ്ടായി. ഇവന് പെണ്ണെട്ടി കുട്ടികളും മക്കളുണ്ട്. ഇപ്പോൾ അവരും തങ്ങളും കൂടെയുള്ള കണക്ഷൻ എത്ര, മുത്ത് റസൂലുള്ളാഹി അവരും കൂടെയുള്ള കണക്ഷൻ എത്ര. ഞാൻ തങ്ങളോടൊന്നാണ് പറയട്ടെ, റസൂലുള്ളാഹിനോട്. തങ്ങളോട് നല്ല പറഞ്ഞു. ഞാൻ റസൂലുള്ളാഹിനോടൊന്നാണ് പറയട്ടെ. എങ്ങനെയാണാ പറഞ്ഞത് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മളൊക്കെ വർദ്ധിപ്പിച്ച് ചെല്ലണം. കിടക്കണോടത്തും പോണോടത്തും ഇരിക്കണോടത്തും മജ്‌ലിസുകളിലൊക്കെ ഖൈറ് വർദ്ധിക്കണമെങ്കിൽ ഏത് ചൊല്ലി കിടക്കണം? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. നമ്മൾ കാണുന്ന വിഷയം വിജയിച്ചിട്ടില്ലെങ്കിൽ തന്നെ മരിച്ച മയ്യത്ത് ഖബറിലിറക്കാൻ ചെല്ലുമ്പോൾ നമ്മളെ മയ്യത്ത് ഏറ്റെടുക്കാൻ ലോകത്തിന്റെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ ആയിരക്കണക്കിന് സലാം പറഞ്ഞ ആളായിരിക്കും അവിടെ ഉണ്ടാവും നമ്മൾ ഏറ്റെടുക്കാൻ. ഇതൊക്കെ വേണമെന്ന് വിചാരിച്ചാൽ നടക്കും. വേണമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല. വേണമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല. അവിടെയാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ എന്ത് ചെയ്യണം? കുറച്ചൊക്കെ മാനസികമായി എന്ത് ചെയ്യണം? ഒന്ന് തയ്യാറെടുപ്പ് നടത്തണം. വേണമെന്ന് വെക്കണം. ഇമാം നവവി റളിയല്ലാഹു അൻഹു റിയാദുസ് സാലിഹിന്റെ ആമുഖത്ത് പറഞ്ഞത് ആദ്യം ഇത്തിനാവ് ചെയ്യണം. വേണമെന്ന് വെക്കണം. ഒരു കാര്യം വേണമെന്ന് ഞാൻ വെച്ചാൽ കിട്ടും. നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത ഒരു സംഗതിയില്ല. വിചാരിച്ചാൽ എന്ത് സംഗതി നടക്കുന്നതാണ്. വിചാരിച്ചിനോട്ട് നമ്മൾ ഒത്തതിനുള്ള പണിയും കൂടി നമ്മൾ ചെയ്താൽ. അപ്പൊ അതുകൊണ്ട് ഇത് ആക്ഷൻ കൊണ്ട് നടക്കൂല, അഭിനയം കൊണ്ട് നടക്കൂല. ഇത് കോലം കെട്ടിണ്ടാക്കണതല്ല. ഇത് മാനസികമായി നമുക്കൊരുപാട് ഘടകങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് അല്പം ചില കാര്യങ്ങൾ സമയമുണ്ടെങ്കിൽ പറയാം. നിർത്തണ കുറച്ചും കൂടി പറയല്ലേ? കുറച്ചും കൂടി പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അല്ലാഹു നന്നാക്കി തരട്ടെ. കുറെ സ്ത്രീകളുണ്ട് എൻ്റെ വേലയേക്കാനല്ലേ. പെണ്ണുങ്ങൾക്ക് നിന്റെ വേല ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവൂല. അതൊക്കെ പറഞ്ഞു കണ്ട് ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. നല്ല സ്ത്രീകളാണ്. അല്ലാഹു നല്ല സഹോദരിമാരാക്കി കൊടുക്കട്ടെ. അതുകൊണ്ട് ഉമ്മവങ്ങന്മാരെ നമ്മൾ മുസാഫ് എടുക്കണം. മൊബൈൽ മതി നമ്മൾ മാറണം. ഇതൊക്കെ നമ്മളെ വെറുതെ പിശാച് സ്വീപ്പാക്കാണ്. മനുഷ്യന്റെ ഹൃദയത്തിന് എന്തുണ്ട്? മനുഷ്യന് കുറെ ഖവാത്തിർ പറഞ്ഞ സംഗതി ഉണ്ട്. എന്താ ഖവാത്തിർ പറഞ്ഞാല്?
ആസാറും തഹദുദു ഫീ ഖൽബിൽ അബ്ദി തബ്അസുഹു ഇലൽ അഫ്ആലി വത്തുറൂക്കി വതദ്ഉഹു ഇലൈഹാന. ഗസാലി ഇമാം അവിടുത്തെ കിതാബിൽ ഖവാത്തിറിന് നിർവചനം കൊടുത്തത്. ആസാറും തഹദുദു ഫീ ഖൽബിൽ അബ്ദി, അടിമന്റെ ഹൃദയത്തിൽ ഉണ്ടായിത്തീരുന്ന കുറെ അടയാളങ്ങൾ, കുറെ ചിന്തകൾ. തബ്അസുഹു, ആ അടയാളങ്ങൾ അവനെ പ്രേരിപ്പിക്കും. ഇതിലേക്ക് ഇലൽ അഫ്ആലി, പ്രവർത്തനങ്ങളിലേക്കും ഒത്തുറൂക്കി, ഉള്ളത് ഇല്ലാതാക്കലിലേക്കും. കരിച്ച ആൾ കരിച്ചാതിരിക്കലും തുടങ്ങും. ഇത് 4 സൈസ് ഉണ്ട് എന്നാ പറയേണ്ടത്. കൽബിലുണ്ടാകുന്ന ഖവാത്തിർ 4 ഐറ്റം ഉണ്ട്, ചിന്തകൾ. ഒന്ന് ഇബ്തിദായി, മറ്റൊന്ന് ഹവായി, മറ്റൊന്ന് ഇൽഹാമി, മറ്റൊന്ന് ശൈത്താനി. 4 ഐറ്റം ഉണ്ട്. മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ഈ ചിന്തല്ലേ, അത് എത്ര ഐറ്റം ഉണ്ട്? 4 ഐറ്റം ഉണ്ട്. ഇബ്തിദായി, ഹവായി, ഇൽഹാമി, ശൈത്താനി. എന്താ ഇബ്തിദായി പറഞ്ഞാല്? പ്രത്യേക കാര്യകാരണമൊന്നും ഇല്ലാതെ അല്ല തരുന്നത്. അതിനെന്ത് പറയാ? ഇബ്തിദായി എന്ന് പറയാ. പ്രത്യേക കാര്യകാരണമൊന്നും ഇല്ലാതെ അതിൽ ഖൈറും ഉണ്ടാവും, അല്ലെ? ഖാത്തിറുൽ ഖൈറും ഉണ്ടാവും, ഖാത്തിറുൽ ഷർറും ഉണ്ടാവും, രണ്ടും ഉണ്ടാവാം. ഹവായി പറഞ്ഞാൽ എന്താ? നമുക്കൊക്കെ ഒരു ദേഹത്തിന്റെ ഇച്ഛ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്, അല്ലേ? ദേഹത്തിന്റെ ഈ ഇച്ഛക്കനുസരിച്ചുള്ള ചിന്തകള്, ഇത് ഷെറേ ഉണ്ടാക്കുള്ളൂ. എന്തുണ്ടാക്കുള്ളൂ? ഷെറേ. പിന്നെ ഇൽഹാമി, അത് ഹൃദയത്തിന്റെ വലതു ഭാഗത്ത് മുൽഹിമ എന്ന് പറഞ്ഞൊരു മലക്കുണ്ട്. മുൽഹിമ അലൈഹിസ്സലാം ആരാണ്? ആ മലക്ക് മനസ്സിലുണ്ടാക്കുന്ന കുറെ ചിന്തകൾ, ഇത് ഖൈറേ ഉണ്ടാവുള്ളൂ. എന്തുണ്ടാവുള്ളൂ? ഖൈറേ ഉണ്ടാവുള്ളൂ. പിന്നെ ശൈത്താനി, ശൈത്താൻ ഉണ്ടാക്കണത് അത് ഷെറന്നെ. കൂടുതൽ ഭൂരിഭാഗം ഷെറാണ്. ഭൂരിഭാഗം എന്താണ്? ഷെറാണ്. ഹവായിയ ഷെറാണ്, ശൈത്താനിയ ഷെറാണ്. പിന്നെ ഇബ്തിദായിയിൽ രണ്ടും ഉണ്ടാവും, ഷെറും ഉണ്ടാവും, ഖൈറും ഉണ്ടാവും. ഇൽഹാമി മാത്രമേ ഖൈറുള്ളൂ. ഇൽഹാമി മാത്രമേ എന്തുള്ളൂ. അപ്പം നല്ല പണിയെടുക്കണം. അതിനാണ് ഇതിൻ്റെ ഈ റൂട്ടൊക്കെ നമ്മൾ പറഞ്ഞാലേ, എന്താ ഇപ്പോൾ ഈ നിങ്ങളെ ഈ ക്ലാസ്സിൻ്റെ സുലൂക്കോ എന്തോ സമതൊക്കെ പറഞ്ഞു, എന്തായാലും പറയാ, ഇത് സുലൂക്ക്. എന്താണ് സുലൂക്ക്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ? ആ, അതിൽ സുലൂക്ക് പറഞ്ഞ അഡ്മിഷൻ. സുലൂക്ക് പറഞ്ഞ എന്താണ്? അഡ്മിഷൻ. ഇംഗ്ലീഷ് അറിയില്ല? അതെ, മനസ്സിലാൻ വേണ്ടി പറഞ്ഞപ്പോ അത് സുലൂക്ക് എന്ന് പറഞ്ഞ അഡ്മിഷൻ. അതിന് അഡ്മിഷന് ചില നിബന്ധന ഉണ്ട്. നിബന്ധനയോടുകൂടി പ്രവേശിക്കുമ്പോഴേ സുലൂക്കാവുള്ളൂ. അപ്പൊ പ്രിയമുള്ളവർ, ഞാൻ പറയാം, നമ്മൾ അള്ളാഹു തആല ചുരുക്കത്തിൽ ഞാൻ പറയാം, അല്ല ഈ ലോകത്ത് അങ്ങനെ പരത്തി അവിടെയും ഇവിടെ ഒക്കെ കൂടി പറഞ്ഞാല് ഒന്നും ഇപ്പൊ പറഞ്ഞു തീരൂല. അതുകൊണ്ട് ചെറിയ നമ്മൾ അള്ളാഹു ഈ ലോകത്ത് പഠിച്ചത് എന്തിനു വേണ്ടിയാണ്? തഖ്വ നിലനിർത്താൻ വേണ്ടിയാ. എന്തിനു വേണ്ടിയാ? അത് നിങ്ങൾ പഠിച്ചു വെക്കണം. എന്തിനു വേണ്ടിയാ പഠിച്ചത്? തഖ്വ നിലനിർത്താൻ വേണ്ടിയാണ്. തഖ്വയെ കുറിച്ച് ഒരുപാട് ആയത്തുകൾ ഖുർആനിലുണ്ട്, പല നിലക്കുണ്ട്. ഇനിയിപ്പോ റമദാന്റെ നോമ്പ്, കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അവിടെയും തഖ്വ തന്നെയാണ്. നിങ്ങൾക്ക് തഖ്വ ഉണ്ടാകാൻ വേണ്ടി എന്നാണ്. എല്ലാം തഖ്വന്റെ ഭാഗമാണ്. എല്ലാ സംഗതി തഖ്വ എന്ന് പറഞ്ഞാൽ ഒരു ജാമ്യവും മാന്യവുമായ പദമാണ്. ഉസ്താദുമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിന് ഒഴിവാണ്ടതൊക്കെ ഒഴിവായിട്ടുണ്ട്, ഉൾക്കൊള്ളേണ്ടതൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട്. എല്ലാറ്റിനെയും ഒരുമിച്ച് കൂട്ടുന്ന പദമാണ് ഏത്? ഇതെല്ലാ വെള്ളിയാഴ്ചയും ഒരു നാട്ടിലെ മുക്കല്ലഫായ ആളുകൾ, പുരുഷന്മാര്, അവരാളുടെ ഭരണാധികാരി, നാട് ഭരിക്കുന്ന ഭരണാധികാരി, നാട്ടിലെ മുക്കല്ലഫായ പുരുഷന്മാരാ. അവര് ഇമാമിന്റെ നേതൃത്വത്തിൽ ഒരുമിച്ച് കൂടി 2 ഖുത്ബയിൽ 2 പ്രാവശ്യം ഏത് കേൾക്കണം? ഇത്തഖുല്ലാഹ്. കേക്കണ്ടേ? നിങ്ങളൊന്ന് ഖുത്ബ കേൾക്കാൻ എത്തലില്ലേ? കേൾക്കത്തിലില്ലേ? ആ, എന്താ ഈ ആട്ടിൽ 2 ആക്കാം.
ഉസ്താദന്മാരോട് നാട്ടുകോട്ടെ ചോദിച്ചാലേ നിങ്ങളങ്ങനെ ആക്കലുണ്ട് ഉസ്താദിന് ഈ പൊയ്ക്കോന്ന് അർത്ഥം വെക്ക പോണ്ടാന്ന് അർത്ഥം വെക്ക പോയിന്ന് പറഞ്ഞു മനസ്സിലായ? തഖ്വ കൊണ്ടുള്ള വസിയ കേൾക്കണം. അത് അറബിയിലായിക്കോട്ടെ, അത് കേൾക്കൽ വലിയ ദിക്റ. അത് രണ്ടട്ടം നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കണം. അങ്ങനത്തെ ഒരു ആശയമാണ് തഖ്വ. വലിയ ആശയമാണ് തഖ്വ. ഈ തഖ്വക്ക് 3 പാർട്ട് ഉണ്ട്. എന്തുണ്ട്? ഏതാ 3 പാർട്ട്? ശരീഅത്ത്, ത്വരീഖത്ത്, ഹഖീഖത്ത്. ഇത് തഖ്വന്റെ 3 പാർട്ടാണ്. ശരീഅത്ത്, ത്വരീഖത്ത്, ഹഖീഖത്ത്. ഇന്നിപ്പോ വാട്സപ്പിലൊക്കെ ത്വരീഖത്ത് കൈകാര്യം ചെയ്യണ കാലാണല്ലോ. പണ്ട് ത്വരീഖത്തിന്റെ ശൈഖന്മാരെ എവിടെയെന്ന് പുറത്തല്ലായിരുന്നു നമുക്കാർക്കും. ഒരു മറിഞ്ഞു തിറക്കലായിരുന്നു. ആരെയായിരുന്നു പഴയ കാലത്തൊക്കെ. കുറ്റപ്പെടുത്തലല്ല, ഞാനൊരു വിചിന്തനം നടത്തുകയാണ്. നല്ല ആലോചിക്കണം നമ്മള്. തഖ്വക്ക് 3 പാർട്ടുണ്ട്. ശരീഅത്ത്, ത്വരീഖത്ത്, ഹഖീഖത്ത്. അതിൽ ഫസ്റ്റിൽ 1-ാം ക്ലാസ് ശരീഅത്താണ്. ഏതാണ്? ശരീഅത്ത്. 2-ാം ക്ലാസ് ത്വരീഖത്ത്. 3-ാം ക്ലാസ് ഹഖീഖത്ത്. വിഷയത്തിൽ നമ്മൾ എത്തിച്ചേരുക, ഹഖീഖത്തിൽ നമ്മൾ എത്തുക. അതിൽ ശരീഅത്തിന്റെ 3 പാർട്ടുണ്ട്. ശരീഅത്ത് എത്ര പാർട്ടുണ്ട്? ഏതാ 3 പാർട്ട്? ഈമാന്, ഇസ്ലാം, ഇഹ്സാൻ. ഏതാ? ഈമാന്, ഇസ്ലാം, ഇഹ്സാൻ. ഇത് 3 ശരീഅത്ത് പെട്ടതാണ്. ആദ്യം ഈമാനിൽ കൽപ്പിക്കപ്പെട്ട കൽപ്പനകളൊക്കെ നിറവേറ്റണം, വിരോധിച്ചതൊക്കെ വർജിക്കുകയും ചെയ്യണം ഈമാന്റെ വിഷയത്തിൽ. പിന്നെ കർമ്മങ്ങൾ ചെയ്യണോടത്ത് കുറെ ചെയ്യാൻ പറഞ്ഞത് ചെയ്യണം, ചെയ്യരുത് എന്ന് പറഞ്ഞത് മാറി നിൽക്കണം. ഇതാണ് ഇസ്ലാം. അതിന് ചില ആദാബുകളുണ്ട്, മര്യാദ. ആ മര്യാദ അനുസരിച്ച് ആവണം ചെയ്യണം. ഇതിനാണ് ഈസാൻ എന്ന് പറയാം. പറഞ്ഞ മനസ്സിലാണ്ട? അപ്പൊ തഖ്വ എന്ന് പറഞ്ഞാൽ അത് ഒറ്റവാക്കിൽ പരിശുദ്ധ ഖുർആന്റെ സമ്പൂർണതയാണ്. മുത്തു റസൂലുള്ളാന്റെ സമ്പൂർണ്ണ ഹദീസാണ്. അതിൽ നിന്ന് പാഠം പഠിച്ച അയിമത്ത് മുജ്തഹിദുകൾ പഠിപ്പിച്ചു തന്ന മൊത്തം ദീനിന്റെ പേരാണെന്ത്? വലിയ മഹാന്മാരോട് ദ്വാരക്കാൻ പറഞ്ഞ കേട്ടുക്കണ. നല്ല മഹത്തുള്ള ആൾക്കാർ മഹത്തുള്ളവരോട് ദ്വാരക്കാൻ പറഞ്ഞ എങ്ങനെ അറിയാം? തഖ്വന്റെ കാര്യം ഞാൻ പലരും ദ്വാരക്കാൻ പറഞ്ഞ കേട്ടുക്കണം. പല മഹാന്മാരോട് ദ്വാരക്കാൻ പറഞ്ഞ് ഞാൻ കേട്ടുക്കണ്. ഒറ്റ വാക്കേ പറയുള്ളൂ, തഖ്വന്റെ കാര്യം ദ്വാരക്കണം. അതിലെല്ലാം പെട്ടു. അതിലിഞ്ഞ് പെടാത്തതൊന്നുമില്ല. അങ്ങനത്തെ ഒരു പദമാണ് തഖ്വ. അതിന്റെ സമ്പൂർണതയാണ് ഖുർആനും ഹദീസും. ഇത് വിശദമായി പഠിക്കണം. 3 പാർട്ടി ശരീഅത്ത്. ശരീഅത്തിന് തന്നെ 3 പാർട്ടി. ഏതാ 3 പാർട്ടി? ഈമാന്, ഇസ്ലാം, ഇഹ്സാൻ. ഇതിൽ ആദ്യം ഈമാൻ ശരിയാവണം. ഏത് ശരിയാവണം? എന്നിട്ടേ പിന്നെ ഇസ്ലാം ചെയ്തിട്ട് കാര്യമുള്ളൂ. ഏറ്റവും ഫസ്റ്റ് ഈമാൻ ശരിയാവണം. എന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഇസ്ലാമിലേക്ക് നമ്മൾ കടക്കുക. അത് ഇഹ്സാനിൽ കൂടിയായി മാറണം. ഇതാണ് നമ്മളെ ശരീഅത്ത്. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് 3 റൂട്ടാണ്. 3 പണിയാണ് നമുക്കുള്ളത്. എന്താ 3 പണി? സുലൂക്ക്, സൈറ്, ഉസൂല്. ഏതാണ്? സുലൂക്ക്, സൈറ്, ഉസൂല്. സുലൂക്ക് എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ എടുക്കുക, പ്രവേശനം. സൈറ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ സഞ്ചരിക്കുക. പിന്നെ ഉസൂല് എത്തേണ്ടടുത്ത് എത്തിച്ചേരുക. സമയം പിടിക്കും. പെട്ടെന്നൊന്നും പച്ചമുണ്ടിട്ടാലാവൂല. മനസ്സിലായ? പെട്ടെന്നൊന്നും പച്ചമുണ്ടിട്ടാൽ എന്താവൂല, ആവൂല. അല്ലെങ്കിൽ മോതിരത്തിന്റെ കല്ല് വലിപ്പേറിയതുകൊണ്ടും കിട്ടൂല. ഇത് കിട്ടണേ പണി അതിന്റെ മട്ടത്തിൽ പോകണം. ഞാൻ ദീൻ പഠിപ്പിച്ച അള്ളാഹ് റസൂൽ പഠിപ്പിച്ചതാ അപ്പൊ പറയുന്നത്. സുലൂക്ക്, സൈറ്, ഉസൂല്. വാവ് അംസല്ല, ഉസൂല്. വസല യസിലു ഉസൂല്, എത്തിച്ചേരുക. അപ്പൊ ആദ്യം സുലൂക്ക് തുടങ്ങണം, മറക്കരുത്. ആദ്യം എവിടെ തുടങ്ങണം? എന്താണ് സുലൂക്ക്? അതിന് സുലൂക്കിന് നമുക്കുള്ള 3 കഴിവ്, ബാത്തിനിയായ 3 ഖുവ്വത്ത് തന്നിട്ടുണ്ട്. എന്താ ബാത്തിനിയായ 3 ഖുവ്വത്ത്? ഇറാദത്ത്, ഖുദ്റത്ത്, ഇദ്റാക്ക്. എന്ത്? ഇറാദത്ത്, ഖുദ്റത്ത്, ഇദ്റാക്ക്. ഇത് അല്ലാഹു നമുക്ക് എന്ന 3 കഴിവാണ്. ഏതാ 3 കഴിവ്? മറക്കരുത്. ഇറാദത്ത്,
കുതിറത്ത്, ഇദ്റാക്ക്. എന്താ ഇറാദത്ത് എന്ന് പറഞ്ഞാല് നമ്മൾ വേണമെന്ന് വെച്ച് രംഗത്തിറങ്ങണം. ഇതാദ്യം വേണം. എന്നിട്ട് നമ്മളെ കുതിറത്ത് ഉപയോഗിക്കണം. എന്ത് വേണം? അതിന് നമുക്ക് ഇദ്റാക്ക് വേണം. എന്താ ഇദ്റാക്ക്? ഈ പോക്ക് പോയാൽ എവിടെ ഇപ്പൊ എത്തുക എന്ന വീണ്ടും വിചാരം വേണം. ഇതിനാണ് ഇദ്റാക്ക്. ഇത് മൂന്നും സംയോജിച്ച് മുന്നിട്ടിറങ്ങണം. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല? നമ്മളെ സുലൂക്ക് ശരിയാകാനുള്ള പണിയപ്പോ ഞാൻ പറയുന്നത്. നിങ്ങൾ സുലൂക്കല്ലേ ക്ലാസ്? ആ സുലൂക്ക് ശരിയാവണമെങ്കിൽ 3 സംഗതി അല്ല നമുക്ക് തന്നിട്ടുണ്ട്. ഏതാ 3 സംഗതി? ഇറാദത്ത്, ഖുദ്റത്ത്, ഇദ്റാക്ക്. എന്താ ഇറാദത്ത് പറഞ്ഞാല് വേണമെന്ന് വെച്ച് രംഗത്തിറങ്ങുക. ഖുദ്റത്ത് അതിനുള്ള ഖുദ്റത്ത് എന്ത് ചെയ്യണം? നമ്മൾ ഉപയോഗിക്കുക. അതിനെന്തുണ്ടാകുക? ഈ പോക്ക് പോയാല് എവിടെ എത്തിച്ചേരുമെന്നുള്ള മുൻകാഴ്ച നമുക്ക് വേണം. വീണ്ടും വിചാരം എന്നതിന് പറയാം. ഇദ്റാക്കിന് എന്താ പറയാ? വീണ്ടും വിചാരം വേണം. ഇതുള്ളോലെ രക്ഷപ്പെടും. ഈ 3ഉം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇറാദത്ത് തുടങ്ങണം. എന്താ ഇറാദത്ത് പറഞ്ഞാൽ? ഇറാദത്ത് തുടങ്ങുമ്പോഴേ മുരീദ് എന്ന് പറയുള്ളൂ. ഇറാദത്ത് തുടങ്ങുമ്പോഴേ എന്ത് പറയുള്ളൂ? ഓനെ പറ്റി മുരീദ് എന്ന് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാണ്ട? അപ്പൊ മുരീദാവണമെങ്കിൽ നമുക്കൊക്കെ അള്ളാഹു ബാത്തിനിയായി തന്ന കഴിവാണ് ഒലബ് ഷഹ്വത്ത്. എന്ത്? ഒലബ് ഷഹ്വത്ത്. എന്താ ഒലബ് ഷഹ്വത്ത്? ഇങ്ങനെ ഒലബ് പറഞ്ഞാൽ എന്താ? കുറെ തല്ല പിടിച്ചെന്നല്ല ഒലബിന്റെ അർത്ഥം. ഷഹ്വത്ത് പറഞ്ഞാൽ കുറെ പൂതി വിചാരമായിട്ട്. അതാണ് ഒലബ് എന്ന് പറഞ്ഞാൽ. നമുക്ക് വിദ്വേഷ മനസ്സുണ്ട്. ഷഹ്വത്ത് എന്ന് പറഞ്ഞാൽ ആഗ്രഹ മനസ്സുണ്ട്. ഇല്ലേ? നമുക്ക് വിദ്വേഷ മനസ്സില്ലേ? നരകത്ത് കടക്കരുത പഠിച്ചോനെ, നിന്റെ ശിക്ഷയിൽ പെടുത്തരുത പഠിച്ചോനെ, വിദ്വേഷമില്ലേ? ഇല്ലേ? അപ്പൊ ഒലബ് നമുക്കുണ്ട്. അത് വേണം. ഷഹ്വത്ത് നമുക്ക് വേണം. എന്നെ സ്വർഗത്തിലാക്കണേ, നിന്റെ പൊരുത്തം നൽകണേ, ഇത് വേണ്ടേ? ഇതിനാണ് ഷഹ്വത്ത് എന്ന് പറയാ. ഇത് രണ്ടും നമ്മൾ രംഗത്തിറക്കണം. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? രംഗത്തിറക്കണം. ഇത് രണ്ടും നമ്മൾ രംഗത്തിറക്കുമ്പോ നമ്മളെ കൽബിലെ വിചാരം 3ഉം ഷർറാണ്. 3ഉം എന്താണ്? ഷർറാണ്. ഏതാ 3ഉം ഷർറ്? ഇബ്തിദായിലും ഷർറുണ്ട്, ഹവായിയും ഷർറാണ്, ശൈത്താനിയും ഷർറാണ്. ഒരു ഇൽഹാമിയ മാത്രമേ നമുക്ക് സപ്പോർട്ടുള്ളൂ. അതിന് നമുക്ക് ഇൽഹാമീനെ അതാണ് ഈ ഇൽഹാമിനെ മുൽഹിമിനെ ബഹുമാനിക്കുന്ന ആൾക്കാര് വലത്തോട്ട് തുപ്പൂലാണ്. ഇവിടെ തുപ്പൂല, വലത്തോട്ട് തുപ്പൂല. വലത്തോട്ട് തുപ്പണ അതുകൊണ്ട് കുത്തുബി തങ്ങള് മൂപ്പര ഹയാത്ത് കാലത്ത് വലിയൊരു ഷെയ്ഖ് പാലക്കാട് ജില്ലയിൽ ഉണ്ട് എന്ന് കേട്ടപ്പോ മൂപ്പരെ കാണാൻ വേണ്ടി ചെന്നത്ര. കുത്തുബിനെ കേട്ടിട്ടില്ലേ? കുത്തുബി തങ്ങൾ, കുത്തുബി അഹമ്മദ് മുസ്ലിയാർ ചെന്ന് മൂപ്പരായിട്ട് മണിക്കൂർ 1.5 മണിക്കൂർ സംസാരിച്ചു. പോരുമ്പോ മൂപ്പര ഖാദിമുണ്ട്. ഖാദിമിനോട് പറയുന്നത് വിവരമുള്ള ആളാണ്, ആള് നല്ല അറിവുള്ള ആളാണ്. ആരെ പറ്റി പറഞ്ഞു? ഷെയ്ഖിനെ പറ്റി പറഞ്ഞു. അപ്പൊ മൂപ്പര് ചോദിച്ചു, ഖാദിമ് ചോദിച്ചു, എന്നിട്ട് ഉസ്താദിന്റെ ബയ്യത്തൊന്നും ചെയ്യാഞ്ഞി, ഉസ്താദിന്റെ ബയ്യത്തൊന്നും ചെയ്യുന്നത് കണ്ടില്ലോ. അതിന് മൂപ്പര് വലത്തോട്ടാണ് തുപ്പണത്. മൂപ്പര് എവിടക്കാ തുപ്പണത്? വലത്തോട്ടാണ് തുപ്പണത്. അവർക്കത് ഷർത്താണ്. വെറുതെ സുലൂക്ക് കിട്ടൂല. നിങ്ങൾ സുലൂക്കുകാരനെ മനസ്സിലാക്കിയത്? ഇത് കുതിരളിച്ചിന സംഗതിയല്ലത്. അതുകൊണ്ടാ വലിയ വലിയ ആലിമീങ്ങൾ പറഞ്ഞത്, നിങ്ങൾ വിവരമില്ലാതെ അവിടെയും ഇവിടെയും പോയി പെടാൻ നിൽക്കണ്ട. ഇവിടെ പല റെസീറ്റ് മുറിച്ചും പലരും. അതിലൊന്നും പോയില്ലേ വഞ്ചിക്കപ്പെടണ്ട. ആ നിൽക്കണോടത്ത് നിന്നാ മതി. പറഞ്ഞു മനസ്സിലായ? അള്ളാഹു നമുക്ക് ഇൽമു തരട്ടെ. അപ്പൊ നമ്മളെ സുലൂക്കില് ആദ്യം ഇറാദത്ത് തുടങ്ങണം. ഇറാദത്ത് പറഞ്ഞാൽ ഒലബിന് ഷഹ്വത്തിന് രംഗത്തിറക്കണം. ഒലബ് പറഞ്ഞാല് വേണ്ടാന്നുള്ള വിചാരം. ഇത് എനിക്കത് വേണ്ടാന്നുള്ള വിചാരം ഇല്ലേ? ക്രോധ മനസ്സ്. ഷഹ്വത്ത് പറഞ്ഞാല് ആഗ്രഹ മനസ്സ്. ആഗ്രഹ മനസ്സൊന്ന് തുടങ്ങിയിട്ട് താല്പര്യം. അതിനെന്ത് പറയാ? താല്പര്യം. താല്പര്യം വേണം. പിന്നെ ചില സംഗതി എനിക്ക് ഉണ്ടാകരുത് എന്നുള്ള എന്തും വേണം. വേണ്ടേ? ഞാൻ അവിടെ പോയി കൊടുങ്ങരുത്, തയ്ച്ചൊന്ന് പെടരുത്, ഞാൻ നരകത്തിലൊന്നും പോയി വീഴരുത് പഠിച്ചാനെന്നുള്ള അത് വേണ്ടേ? അതും വേണം. അതിനാണ് ആദ്യം ഈമാൻ ശരിയാവണം എന്ന് പറഞ്ഞത്. പരലോകത്തെ കുറിച്ച് വിശ്വാസം വേണം. മരണം, ഖബറ്, സ്വർഗം, നരകം, മഹ്ശറ, ഇതിനെക്കുറിച്ചൊക്കെ ഈമാൻ ആദ്യം വേണം. അവർക്കേ ഒലവും ഷഹ്വത്തും സ്ഥാനത്താവുള്ളൂ. എന്താവുള്ളൂ? ഒലവും ഷഹ്വത്തും സ്ഥാനത്ത്
സ്ഥാനത്താവുള്ളൂ. അങ്ങനെ ഇറങ്ങുമ്പോ പലപ്പോഴും മനസ്സിലെ വിചാരങ്ങൾ വികൃതപ്പെടാൻ സാധ്യത വരുമ്പോ നമുക്ക് അള്ള തന്ന വേറൊരു ശക്തിയാണ് അക്കില്. എന്ത് എന്ത് അക്കില് എന്ന് പറഞ്ഞ തൻ്റെ ഇടം. അക്കില് പറഞ്ഞെന്താ? നിയന്ത്രണ ശക്തി. കാണാതെ പഠിക്കാനുള്ള കഴിവിനെ അക്കില് എന്ന് അറിയില്ല, അതിന് ഫഹ്മ് എന്നാ പറയാ. എന്താ പറയാ? ഫഹ്മ് ഇഫ്ള് എന്നൊക്കെ പറയാ. അക്കില് എന്ന് പറഞ്ഞ നിയന്ത്രണ ശക്തി അല്ലേ? ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെക്കാൾ എന്തുണ്ട്? നിയന്ത്രണ ശക്തി കൂടുതലുണ്ട്. ഉണ്ടല്ലോ, ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെക്കാൾ നിയന്ത്രണ ശക്തി അല്ലാം ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അവൻ ഉറപ്പല്ലേ? പെരിയില് മകൻ അങ്ങാടിക്ക് പോയിട്ട് കാണാനില്ല, പത്തനായിട്ട് കാണാനില്ല. ഉമ്മ വെളുക്കെടുത്തുകാണ്ട് റോട്ടുമൊക്കെ ഇറങ്ങൽ തുടങ്ങും. ഉമ്മക്ക് നിയന്ത്രണം വിടും ഇല്ലേ? പാപ്പ അപ്പോഴും പോലും ഓടി വരുമ്പോ പുറത്തോളച്ചിട്ട് പോരെ. പാപ്പാക്ക് നല്ല നിയന്ത്രണ ശക്തി ഉണ്ട്. കുറച്ചും കൂടി കഴിയുമ്പോൾ ഉമ്മ പിടുത്തം വിടും. വിടൂലേ? സ്ത്രീകളെ സംബന്ധിച്ച് അത്ര അല്ല അക്കല് കൊടുത്തിട്ടുള്ളൂ. പോലും ഒരാൾ വാപ്പ മരിച്ചാൽ അച്ചുംപൊളി നേട്ടുണ്ടാക്കും. അത്ര ആണുങ്ങളും ഉള്ളവച്ചില്ല. ആണുങ്ങൾക്ക് സങ്കടം ഇല്ലായിട്ടല്ല, നിയന്ത്രിക്കാനുള്ള കഴിവല്ല കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ പെണ്ണേജ് പുറത്തിറങ്ങിയത് ഞങ്ങൾക്ക് നിയന്ത്രണ ശക്തി കുറവാണ് എന്ന് വെറുതെ പറഞ്ഞല്ല ഇസ്ലാം. അവരെ നിയന്ത്രിക്കേണ്ടത് ആണാണ്. ആണോലെ നോക്കണം. ആണിന് വലിയ അക്കല് അല്ല കൊടുത്തിട്ടുണ്ട്. ഈ അക്കല് രംഗത്തിറങ്ങണം. അക്കലിന് ഉത്തേജനം കിട്ടണമെങ്കിൽ അവിടെയാണ് എന്ത് വേണ്ടത്? ഇൽമു ഹിക്മത്തും വേണ്ടത്. എന്ത് വേണ്ടത്? അക്കലിന് കൊടുക്കേണ്ട പവറാണ് ഏത്? ഇൽമും ഹിക്മത്തും. അതാണ് നമ്മളെ മഹാന്മാരൊക്കെ ആദ്യം പഠിക്കണം. ഇൽമിൽ നിന്ന് തുടങ്ങണം, തഅല്ലുമിന്ന് തുടങ്ങണം. ഇൽമു അക്കലിന് നല്ലോണം കൊടുക്കണം. അത് ഉപയോഗിക്കാനുള്ള ഹിക്മത്ത് ഉണ്ടാകണം. അതിൽ നല്ല തഫക്കുറ് വേണം, ചിന്ത വേണം, തദക്കുറും വേണം. തഫക്കുറ് വേറെയാണ്, തദക്കുറ് വേറെയാണ്. ഇമാം ഗസാലി ഒക്കെ വേറെ ഇരിച്ച് പറഞ്ഞ് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഹുജ്ജത്തുൽ ഇസ്ലാം. നമുക്ക് ഈ റൂട്ട് നമുക്ക് സൈഫുലില്ലാഹിന്റെ സ്ഥാപനമാണ്. ബഹുമാനപ്പെട്ടവരുടെ ഒക്കെ ഇൽമിന്റെ ആഴങ്ങൾക്ക് അറിയാം. ബഹുമാനപ്പെട്ടവർ ആരാന്ന് സംസാരിച്ചു നോക്കണം അറിയണമെങ്കിൽ. അവരൊക്കെ പഠിപ്പിച്ചു തന്ന റൂട്ടുണ്ട് നമുക്ക്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിൽ അവർ സംഘടിച്ച് മുന്നോട്ട് നീങ്ങലേ നമുക്ക് രക്ഷപ്പെടാൻ മാർഗമുള്ളൂ. നമ്മളിങ്ങനെ ഒന്നിച്ചു പോയി ഒക്കെ ആണ്. മരിച്ചാൽ നമ്മളെ ഗ്രൂപ്പ് പെട്ട ഒരാളെന്ന് മരിച്ചേക്കണ്, എല്ലാവരും കൂടി അടി യാസീൻ ഓടും. അതാ നമുക്കുള്ള സലാമത്ത്. നമുക്ക് വേണ്ടി കുറെ തെളിയിലും കുറെ കുൽഹുവല്ല ഓതും. ഇതാ നമുക്കുള്ള കിട്ടല്. കാരണം നമ്മൾ മട്ടത്തിൽ രണ്ടരക്കാലത്ത് നിസ്കരിച്ചേക്കണം. കൊണ്ടൂർ ഉസ്താദ് പറയും, എനിക്ക് ചാപ്പനങ്ങാടി വാപ്പോലരിപ്പാപ്പ പഠിപ്പിച്ചു തന്നത് രണ്ടരക്കാലത്ത് നിസ്കരിച്ചാനാണ് കിട്ടിയത്. നമുക്ക് മനസ്സിലായിട്ടില്ല രണ്ടരക്കാലത്ത് നിസ്കാരം എന്താണ്. ഇടക്കിടക്ക് പറയും, എനിക്ക് എൻ്റെ ചാപ്പനങ്ങാടി വാപ്പോലരിപ്പാപ്പ പഠിപ്പിച്ചു തന്നത് രണ്ടരക്കാലത്ത് നിസ്കരിക്കാനാണ് കിട്ടിയത്. ആലോചിച്ചാക്കാണ് രണ്ടരക്കാലത്ത് നിസ്കാരത്തിന്റെ കടുപ്പം. നമ്മൾ ആ മട്ടത്തിൽ നിസ്കരിച്ചില്ല, നമ്മൾ നിസ്കരിച്ചിട്ടുണ്ട്. അതെന്തോ ഒരു നിസ്കാരം. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. അള്ളാഹ് നമുക്ക് മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. അപ്പൊ തഖ്വന്റെ ഹഖീഖത്തിൽ എത്തണമെങ്കിൽ 3 മർത്തബയിൽ ഏതിൽ നിന്ന് തുടങ്ങണം? ശരീഅത്തിൽ നിന്ന് തുടങ്ങി അത് ത്വരീഖത്തായി മാറി പിന്നെ നമ്മൾ ഹഖീഖത്തിലേക്ക് നമ്മൾ കടക്കണം. അതിനാദ്യം ശരീഅത്ത് കൊണ്ട് തുടങ്ങണം. അത് 3 ഉണ്ട്. ഈമാൻ ശരിയാവണം, ഇസ്ലാം ശരിയാവണം, ഈസാൻ ശരിയാവണം. അതിന് നമുക്ക് 3 പണിയാണുള്ളത്. എന്ത്? സുലൂക്ക്, ആദ്യം പ്രവേശനം, പിന്നെ സെയ്റ് സഞ്ചാരം, പിന്നെ ഉസൂൽ എത്തിച്ചേരല്, ലക്ഷ്യത്തിലെത്തല്. അതിന് നമുക്ക് 3 പവറല്ല തന്നത്. ഇറാദത്ത്, ഖുദ്റത്ത്, ഇദ്റാക്ക്. എന്താ ഇറാദത്ത് പറഞ്ഞാല്? വേണ്ടുക വെക്കുക, വേണം വെക്കുക. പിന്നെ ഖുദ്റത്ത് ഉപയോഗിക്കുക. ഇദ്റാക്കോട് കൂടി. എന്താ ഇദ്റാക്ക്? അതുകൊണ്ട് ഗസാലിമാമിനെ അവിടെ പിന്നീട് പറയാണ്, ഫമൻ അദ്റക ബിൽ അഖ്ലി. തുടർന്നിട്ടുള്ള ഇബാറത്തിനെ പറഞ്ഞ അങ്ങനെ, ഫമൻ അദ്റക ബിൽ അഖ്ലി മസ്ലഹത്തൽ ആഖിബത്തി. ആഖിബത്തിന്റെ മസ്ലഹത്തിനെ തന്റെ അഖ്ല് കൊണ്ടൊരുത്തൻ ഇദ്റാക്ക് ചെയ്താൽ ആ ഇദ്റാക്കിൽ കൂടിയാവണം നമ്മൾ എവിടേക്ക് ഇറങ്ങേണ്ടത്. അതിന് ആഖിബത്തിന്റെ മസ്ലഹത്ത് എന്താണ്? ഇൽമു വേണം. ഏതാണ് മസ്ലഹത്ത്, ഏതാണ് മഫ്സദത്ത് എന്ന് അറിയാത്തവൻ ഇത് തേടി പോകരുത്. അറിയണ്ടേ? മസ്ലഹത്ത് അറിയണ്ടേ? അവളല്ലേ ഇദ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മജ്‌ലിസുകളിൽ നമ്മൾ സംഘടിച്ച് നിൽക്കുക.
ഇത് വലിയ വിഷയമാണ്, വലിയ ബാബാണ്. ഇതിങ്ങനെ വണ്ടി ചെന്ന് കണ്ട് അവിടെയും ഇവിടെയും പോയി ചെന്ന് പറ്റണ കേസല്ല. ഇത് ഖുർആനാണ്. ഇത് ആലുവായി മൗലവി പാപ്പ അലിഫിൽ നിന്നാ തുടങ്ങിയത്. മൂപ്പരാണ്ട് അലിഫ് അറിഞ്ഞു. അലിഫ് എന്ന് പറഞ്ഞാൽ എന്താ സത്യത്തിൽ എന്താ അലിഫ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വര അരച്ചു കണ്ട് അലിഫ് പറയും. അതുകൊണ്ട് ഒരു കുട്ടീനെ മദ്രസയിലും സ്കൂളിലും ചേർത്തേലോ. പാപ്പ വൈകുന്നേരം വര അരച്ചു കണ്ട് എന്താ മോനെ വായിച്ച അത് പാപ്പ 10 വരെ അലിഫ് 10 കഴിഞ്ഞാൽ ഒന്ന് അറിഞ്ഞാലോ. നമ്മൾ അലിഫിന് 10 വരെ ഗ്യാരണ്ടി ഉള്ളൂ. അതാ നമ്മളെ അലിഫ്. എന്നാ അലിഫ് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ പേരാണ്. അവിടെ അലിഫു അലിഫ് പറഞ്ഞ അള്ളാന്റെ പേരാണ്. ലോകം ഇണക്കി ചേർത്ത അള്ളാഹു, അള്ളാന്റെ പേരാണ് അലിഫ് എന്നുള്ളത്. അതിനെക്കുറിച്ച് അവര് ചിന്തിച്ചു പോയത്. അതുകൊണ്ട് ബഹുമാനികളെ, ഇത് വലിയ ആഴമേറിയ ബഹറായ ആളുകൾ പ്രവേശിച്ച് മുന്നോട്ട് പോകേണ്ടത് നമ്മൾ ഈ 1-ാം ക്ലാസ്സിലെ കുട്ടികളാണ്. മനസ്സിലായ? ഞാൻ ഇപ്പം ഡോക്ടറോട് ചോദിച്ചു, ഞാൻ ഇപ്പം MBBS പോകാറിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ ചോദിച്ചു. സമ്മതിക്കോ? അതിൻ്റെ ആമുഖങ്ങളായി പഠിക്കേണ്ടതൊക്കെ പഠിക്കണ്ടേ എന്ന് പറഞ്ഞ മാതിരി. അപ്പം ഇന്നത്തെ ത്വരീക്കത്ത് ഏത് നാടൻ വന്നാലും ഷെയ്ഖാണിപ്പോ, ഖലീഫയാണിപ്പോ, കുത്തുബുൽ ആലമാണ്. എളുപ്പമുണ്ടല്ലോ പറയാന്. ഞമ്മക്കാന്നും വേണ്ട, അതാകണമല്ലോ, ആയിക്കോട്ടെ, കിട്ടുന്നവർക്ക് കിട്ടി, നമുക്കൊരു അസൂയില്ല. പക്ഷെ നമ്മൾ അള്ളാഹു വഴി വേപ്പിക്കാതിരിക്കണേ പഠിച്ചോനെ. വഴി വേച്ച വഴിയിലൊന്നും ഞങ്ങളെ ചേർക്കരുത്, അല്ലാ ഉൾപ്പെടുത്തരുത്. ഇത് വിശാലമായി പഠിക്കണത് അറിയാത്തോലും നല്ല ഉസ്താദുമാര്. ഇതിപ്പോ പറഞ്ഞു കൊടുക്കലും പഠിപ്പിച്ചു കൊടുക്കലും നമുക്ക് ബാധ്യതയായി വരികയാണ്. ഇപ്പോ കാലഘട്ടം അവർക്കാ പോണത്. ഇതിപ്പോ നമ്മൾ തുറന്ന് പറ്റുന്ന പണ്ടത്തെ ഉസ്താദന്മാരോടും പറയില്ല. അപ്പൊ സാധാരണക്കാരോട് ഇത് പറയുന്നത്, സാധാരണക്കാരോട് ഇത് പറയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? ഓല് പള്ളിക്കല ഓലേര് പറഞ്ഞാൽ അതേമാതിരി അവിടെ ജീവിക്കുമല്ലോ. പിന്നെ അങ്ങേപ്പുറത്ത് ഓലാണ്ട് പോവില്ല. ഇന്നിപ്പോ അങ്ങനെയല്ല, മോലേരും ചോദ്യം ചെയ്യുന്ന കാലാണ്. അപ്പൊ അത് വസ്തുനിഷ്ഠമായി തെളിവ് സഹിതം അതിന്റെ എല്ലാ വിഷയങ്ങളും സവിസ്തരം പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു കാലമായി വന്നിട്ടുണ്ട് ഇപ്പോ. അതുകൊണ്ടാണ് ഈ വിഷയം നമ്മൾ പറയുന്നത്. അതുകൊണ്ട് പ്രവർത്തകരെ, നമ്മൾക്ക് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. അത് പെട്ടെന്നൊന്നും എത്തൂല. അത് നല്ല പണിയെടുക്കണം, നല്ലോ കഷ്ടപ്പെട്ട് പണിയെടുക്കണം. മനസ്സിലായ? 3 അക്ഷരം ഒരു ആകെ എത്ര ഉള്ളു? അള്ളാഹു എന്നുള്ളിൽ എത്ര അക്ഷരം ഉള്ളു? അലിഫ് ലാം 3 അക്ഷരം ആകെ ഉള്ളു. അള്ളാഹു എന്നുള്ളിൽ ആകെ എത്ര അക്ഷരം ഉള്ളു? എണ്ണല്ല പറയുന്നത്, അതിലുള്ള അക്ഷരങ്ങളാകെ എത്രേ ഉള്ളൂ? അലിഫും ലാമും ഹാവുല്ലേ ഉള്ളൂ. 4ാമത്തെ അക്ഷരങ്ങൾ പറഞ്ഞാൽ അലിഫും ലാമും ഹാവും അല്ലാത്ത വേറെന്തെങ്കിലും ഉണ്ടാ? അത് മാത്രമേ അതിലുള്ളൂ. ആ 3 അക്ഷരം ഈ നാവിൽ ഉച്ചരിക്കേണ്ട ക്രമത്തിൽ ഉച്ചരിച്ചാൽ ഓൻ കുത്തുബും കുത്തുബുൽ ആലമും കുത്തുബു സമാനും ഒക്കെ ആവും. അപ്പൊ ആ അക്ഷരത്തിന്റെ പൗരത്തിന് പക്ഷെ അതിന്റെ തെർത്തീബിലാവണം, അതിന്റെ ഷർത്തിലാകണം, അതിന്റെ നിബന്ധന അനുസരിച്ചാകണം. അല്ലെങ്കിൽ ഇടങ്ങറായി പോകും. അള്ളാഹുവേ, ഞങ്ങൾക്ക് ഞങ്ങളെ നാവ് കൊണ്ട്, ഈ നാവ് പറഞ്ഞ സാധനം വല്ലാത്തൊരു പവറുള്ള ആയുധമാണ്. അത് നല്ല വർക്കിംഗ് നടത്തണം. അതുകൊണ്ട് ഓതണം അള്ളാഹു എന്നുള്ള. എപ്പോഴും പോകുമ്പോ ജലാലത്തിന്റെ ഇസ്മില്ല. അള്ളാഹു അല്ലാഹ് അല്ലാഹ് ചൊല്ലിയോ കാണി. അള്ളാഹു അല്ലാഹ് അള്ളാഹു അല്ലാഹ് അള്ളാഹു അല്ലാഹ് അള്ളാഹു അല്ലാഹ്. കാരണം പദം 3 അക്ഷരാണെങ്കിലും ആശയം ഭയാനകമാണ്. അതിന്റെ ആശയം എന്താണ്? ഭയാനകമായ ആശയമാണ്. അങ്ങനെ നമ്മൾ അതിന്റെ ആശയം ചിന്തിച്ച് ചെല്ലാൻ തുടങ്ങുമ്പോ ഗസാലിമാമ പറയാ, തലച്ചോറിന് ഇസ് മുസ്തറക്ക് എന്നൊരു സംഗതി ഉണ്ട്. അതിക്കാണ് ആദ്യം വിഷയം കിട്ടുക. ആ ഇസ് മുസ്തറക്കിൽ നിന്ന് പിന്നെ ഖയാലുക്ക് കിടക്കും. തലച്ചോറിന്റെ മറ്റൊരു മണ്ഡലാണേത്? ഖയാൽ. ഖയാലിൽ നിന്ന് പിന്നെ അത് എവിടേക്ക് കിടക്കും? മുത്തഫക്കിറിക്ക് കിടക്കും, തഫക്കുർക്ക് കിടക്കും, പിന്നെ തദക്കുർക്ക് കിടക്കും. അങ്ങനെയുള്ള മണ്ഡലങ്ങളൊക്കെ തുറന്ന് വരണമെങ്കിലേ നാവാകുന്ന ആയുധം കൊണ്ട് ഹൃദയമാകുന്ന ഭൂമിയിൽ നല്ലോണം കുയിക്കണം, മനസ്സാകുന്ന മണ്ഡലത്തിൽ നല്ലോണം പണിയെടുക്കണം. നമ്മളെ മണ്ഡലമൊന്നും
പാറ പോലെ ഉറച്ചെടുക്കുക. നാവുകൊണ്ട് എങ്ങനെ അച്ചട്ടി എല്ലാവരും കൽബക്ക് ഇറങ്ങൂല. അങ്ങനെ ഇപ്പൊ നമ്മളെ ചെല്ലല് മനസ്സിലായ? നാവുകൊണ്ട് എങ്ങനെ അച്ചട്ടി എല്ലാവരും എടുക്ക ഇറങ്ങൂല, കൽബക്ക് ഇത് ഇറങ്ങൂല. കൽബൊരു തളിരാകേണ്ടതുണ്ട്. വയല് കേട്ടിട്ടും നസീഹത്ത് കേട്ടിട്ടും നല്ല നല്ല കാര്യങ്ങൾ കേട്ടിട്ടും നമ്മളെ കൽബൊക്കെ ഒന്ന് എന്ത് തളിർത്ത് ഉഷാറായി വരേണ്ടതുണ്ട്. അപ്പൊ സുലൂക്ക് കിട്ടണമെങ്കിൽ, സുലൂക്ക് താമാകണമെങ്കിൽ എന്ത് വേണം? വലബിനെയും പഠിച്ചോളി. സുലൂക്ക് താമാകണമെങ്കിൽ എന്ത് വേണം? വലബിനെയും ഷഹുവത്തിനെയും എന്ന പവർ കൊണ്ട് എന്ത് ചെയ്യണം? ഇർഷാദ് ചെയ്യണം. ഏതുപയോഗിച്ചിട്ട്? ഇൽമും ഹിക്മത്തും ഉപയോഗിച്ചിട്ട്. അപ്പോഴാണ് ഞാൻ സാലിക്കായി മാറി. അപ്പോഴാണ് നമുക്ക് സുലൂക്ക് ഉണ്ടാകുക. ഇപ്പൊ നമ്മളെ സുലൂക്ക് ശരിയാക്കണോ ഇല്ലേ? നമ്മളെ സുലൂക്ക് ശരിയാക്കണോ ഇല്ലേ? തെറ്റിയപ്പങ്ങൾ വയറിലുള്ള സുലൂക്ക് പൊളിച്ച് വേണ്ടിട്ട് പറഞ്ഞല്ല, വസ്തുത പറഞ്ഞതാ. അള്ളാഹു നമ്മളെ സുലൂക്ക് ഒന്ന് താമാക്കി തരട്ടെ. സുലൂക്ക് താമാക്കുമ്പോ ഒന്നുകൂടി പറഞ്ഞാൽ, സുലൂക്ക് താമാകൽ എപ്പോഴാണ്? ഈ വലബിനെയും ഷഹുവത്തിനെയും അക്കലിന്റെ പിടുത്തത്തിൽ നിന്ന് പോയി പിശാച്ചിന്റെ പിടുത്തത്തിലാകുമ്പോ അതിന്റെ പേരാണ് അമ്മാറത്തും ബിസ്സൂ. അതിന്റെ പേരാണെന്ത്? അമ്മാറത്തും ബിസ്സൂ. ഇതൊക്കെ നല്ല പണ്ഡിതോചിതമായി ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് പിന്നെ ക്ലാസ്സൊക്കെ കുറെ കേട്ടിട്ട് പാണ്ഡിത്യണ്ട് എന്നുള്ള എനിക്ക് പറയുന്നത്. പറഞ്ഞു മനസ്സിലായ? ഈ വലിയ വലിയ മഹാന്മാര് വിളിച്ചു വരുത്തിക്കാണ്ട് ഇത് കൊട്ടക്കണക്കിൽ തരാതെ ഇരുന്നത് എന്തുകൊണ്ടാന്നുള്ളതിന് മറുപടി ഞാൻ പറഞ്ഞത്. അങ്ങനെ തരാൻ പറ്റൂല. അതിനൊരു പക്വതയും പാകതയും നമ്മൾ കാണിക്കേണ്ടത്, വരുത്തേണ്ടതുണ്ട്. അള്ളാഹുവേ ഇത് ഞങ്ങളെ പക്വമതികളിൽ പെടുത്തണം. അല്ല, അതിന് പക്വത നോക്കൽ എങ്ങനെ? ഈ വന്ന വ്യക്തിക്ക് തൗബ ഉണ്ടോ നോക്കും, വന്ന വ്യക്തിക്ക് കനായത്ത് ഉണ്ടോ നോക്കണം, വന്ന വ്യക്തിക്ക് ഇഖ്ലാസ് ഉണ്ടോ നോക്കണം, വന്ന വ്യക്തിക്ക് സുഹൃദ് ഉണ്ടോ നോക്കണം, വന്ന വ്യക്തിക്ക് ശറഈയായ ഇൽമുണ്ടോ നോക്കണം, വന്ന വ്യക്തി റസൂലുള്ളാഹിനെ ശരിക്ക് ഇത്തിബാ ഉണ്ടോ നോക്കണം. അങ്ങനെ ഒരുപാട് ഘടകം നോക്കേണ്ടതുണ്ട്. ഇതൊക്കെ നോക്കിയിട്ടേ ഉസ്താദുമാര് സുലൂക്കിൽ അങ്ങാക്കുള്ളൂ. വെറുതെ സുലൂക്കിൽ ഉണ്ടാവൂല. അതേസമയം ആമായ സുലൂക്കിൽ ഏതോടുകൂടി നമുക്ക് കിട്ടി? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് നമ്മൾ പ്രഖ്യാപിക്കലോട് കൂടി നമുക്ക് എന്ത് കിട്ടി? ആമായ സുലൂക്ക് നമുക്ക് കിട്ടി. ഞാൻ പറഞ്ഞ സുലൂക്ക് ആമല്ല, ഏതാണ്? ഖാസായ സുലൂക്കാണ്. മനസ്സിലായ? അപ്പൊ നല്ല തൻ്റെ ഇടത്തോടു കൂടി നമ്മൾ ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും. നമ്മൾ നല്ല ഇഖ്ലാസിൽ നീങ്ങിയാൽ. അതിന് വലിയൊരു പണിയുണ്ട്. വരക്കൽ മുല്ലക്കോയ പാപ്പാൻ്റെ അടുത്ത് ഒരു അമുസ്ലിം ഇസ്ലാം മതം വിശ്വസിച്ച കഥ ഉണ്ട്. കഥയല്ല ഉള്ളതാണ്. വരക്കൽ മുല്ലക്കോയ പാപ്പ നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് കേൾക്കാത്തവരുണ്ടാവുമല്ലോ. സമസ്ത 100-ാം വാർഷികമൊക്കെ ആയിട്ട് അത് കേൾക്കുമല്ലോ. മുല്ലക്കോയ തങ്ങൾ പാപ്പാൻ്റെ അടുത്ത് ഒരു അമുസ്ലിം ഇസ്ലാം മതം വിശ്വസിക്കാൻ വന്നു. ഇസ്ലാം മതം വിശ്വസിക്കാൻ വന്ന അദ്ദേഹം മുസ്ലിമായി. മുസ്ലിമായപ്പോൾ ഇയാളോട് പാണ്ട് ചോദിച്ചല്ലോ, എനിക്ക് എന്താ പേര് വേണ്ടത്? അപ്പൊ ഇയാൾ പറഞ്ഞാൽ എനിക്ക് പേര് അഹമ്മദ് എന്ന് മതി. അപ്പൊ ഇയാളെ കൽബ് നേരെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഒഴുകുകയാണ്. എനിക്ക് എന്ത് പേരിട്ടാ മതി? അഹമ്മദ് എന്ന് പേരിട്ടാ മതി. അപ്പൊ മൂപ്പർക്ക് അഹമ്മദ് എന്ന് പേരിട്ട് കൊടുത്തു. അങ്ങനെ ഫർളൈനായ ഉലൂമുകളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. പഠിക്കൽ ഫർളൈനായതൊക്കെ പഠിപ്പിച്ച് അത് അമൽ ചെയ്യാനുള്ള രൂപങ്ങൾ പഠിപ്പിച്ചപ്പോൾ പാപ്പ പറഞ്ഞു, എന്ത് ഞാൻ അഹമ്മദേ എനിക്ക് വേണമെങ്കിൽ പോകാം, ഈ നല്ല മട്ടത്തിൽ ജീവിച്ചാൽ മതി. അപ്പൊ അഹമ്മദ് എന്ത് പറഞ്ഞാലോ, ഞാൻ ഈ ഫോണിൽ എവിടെ കേട്ടത്. അപ്പൊ അവിടെ അഹമ്മദ് അവിടെ കൂടി വരക്കൽ പാപ്പാന്റെ വീട്ടിൽ. അപ്പൊ വേറൊരു അഹമ്മദ് ഖാദിമുണ്ട് അവിടെ. വേറൊരു അഹമ്മദ് എന്തുണ്ട്. അപ്പൊ തിരിച്ചറിയാൻ വേണ്ടി ഇയാളെ പുതിയ അഹമ്മദെ വിളിച്ചു. ഇത് വിളിച്ചു പുതിയ അഹമ്മദ്. അങ്ങനെ പുതിയ അഹമ്മദ് പാപ്പാന്റെ അടുക്കല് എല്ലാ ശ്രദ്ധയും ആര് നേടി? കാരണം പുതിയ അഹമ്മദിന്റെ കൽബ് അവിടേക്കാണ്, പരലോകത്തേക്കാണ്, അള്ളാന്റെ റസൂലിന്റെ അടുത്തേക്കാണ്. വേറെ ലോകം ആർക്കും ഇല്ല, പുതിയ അഹമ്മദിനില്ല. ഇത് പാപ്പ മനസ്സിലാക്കി. അങ്ങനെ അവിടെ അങ്ങനെ പാപ്പാന്റെ തെർപ്പതിയും പൊരുത്തൊക്കെ വാങ്ങി നിൽക്കുന്നടി കൂടി ഒരു ദിവസം പുതിയ അഹമ്മദ് വണ്ടിയും ചൊറിഞ്ഞി പാപ്പാന്റെ അടുത്ത് ഇങ്ങനെ വന്ന്,
ഹജ്ജിന് പോകാൻ ഭയങ്കര പൂതിയിട്ട് പുതിയമത് അതിലാണ്ട് ആർക്കാണ് അജുജൂബ് അജുജൂബാക്ക് എന്തെല്ലാം പൈസ വേണ്ടേ, പണം വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട, ഇതിന്റെ ഷർത്തും പുറത്തൊക്കെ പറഞ്ഞു. അനക്ക് അതിനകത്തൊക്കെ ഉണ്ട്, ഷർത്തുണ്ടാ, അജുജൂബ് ഉണ്ടാ. അപ്പൊ പുതിയമതാണ് പോയും ചെയ്തു. പിന്നെ അതിനെ കുറിച്ച് മുണ്ടിയില്ല. സംഗതി അങ്ങനെയാണെങ്കിൽ പാപ്പ ഉള്ളിൽ വെച്ചു, ഇത് പറഞ്ഞത് പുതിയമതാണ്, വെറുതെ പറയില്ല. പാപ്പാന്റെ കൽബിൽ സ്ഥാനമുള്ള ആളാണ്. അങ്ങനെ ഒരു ടീം ഹജ്ജിന് സമ്മതം ചോദിക്കാൻ വേണ്ടി വന്നപ്പോ, നിങ്ങൾ പോണേന് കുഴപ്പമില്ല, എൻ്റെ ഒരാളെയും കൂടി കൊണ്ടുപോകണം. അന്ന് നിയമപരമായ പ്രശ്നമൊന്നുമില്ല, പോക്കാണ് പ്രശ്നം. അതുപോലെ പറഞ്ഞു ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. പുതിയമീനെ വിളിച്ചിട്ട് പറഞ്ഞു ഹജ്ജിന് ഇറങ്ങിക്കോ. പുതിയമീൻ്റെ സന്തോഷത്തിന് അതിർത്തിയില്ല. അങ്ങനെ പുതിയമത് ഹജ്ജിനെ കുറിച്ച് സമ്പൂർണമായി പഠിച്ചു. പുതിയമത് പഠിച്ചു. പേരിന് പോകല്ല പുതിയമത് ഹജ്ജ് ചെയ്യാൻ പോവുകയാണ്. മക്ക എന്താ, മദീന എന്താ, അമൽ എന്താ ഒക്കെ പഠിച്ചു. വലിയ യാത്രയപ്പ് കൊടുത്തു പുതിയമീന്. അങ്ങനെ ഹജ്ജിന് പോയി. ഹാജിമാർക്ക് ഭയങ്കര സന്തോഷം. കാരണം പുതിയമീനെ അറിയാത്തൊരു മസലില്ല. എല്ലാവർക്കും അറിയാം, എന്ത് ചോദിച്ചാലും ആർക്കും അറിയാം, പുതിയമീനെ അറിയാം. മക്കത്ത് ചെന്നു, ഹജ്ജൊക്കെ ചെയ്തു, റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്തു. എല്ലാം കഴിഞ്ഞ് എല്ലാവരും നാട്ടിക്ക് പോരാൻ വേണ്ടി 5-6 മാസം കഴിയുമെന്ന് വരണമെങ്കിൽ പോരാൻ വേണ്ടി ഒരുങ്ങിയപ്പോ പുതിയമത് പറഞ്ഞു ഞാൻ ഇനി പോയിരുന്നില്ല, ഇവിടെ കൂടുകയാണ്. അന്ന് ഇന്നത്തെ മാതിരിയുള്ള ജോലിയും തൊഴിലൊന്നും ഇല്ല. അവിടെ പട്ടിണിയാണ്, പട്ടിണി എടുക്കുന്ന നാട്ടാണ് അറബികള്. അവിടെ ഭക്ഷണത്തിന്റെ കൊഴുപ്പും സുഖം കണ്ട് കൂടുകയല്ല പുതിയമത്, മക്കി മദീന. അങ്ങനെ മറ്റോല് പോന്നു. തിരിച്ചെത്തി സ്വീകരിക്കാൻ വന്നപ്പോ പുതിയമത് വന്നിട്ടില്ല. അത് പിന്നെ നാട്ടിലൊക്കെ പാട്ടായി. നമ്മളെ പുതിയമത് പോന്നിട്ടില്ലല്ലോ, അവിടെ കൂടിക്കണല്ലോ. അങ്ങനെ പുതിയമതിന്റെ വിവരം എല്ലാവരും മറന്ന് കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞ് പുതിയമീനെ കുറിച്ചുള്ള ധാരണ കൽബിന്നൊക്കെ പോയി, എല്ലാവരുടെ കൽബിന്നും പോയി. കുറെ കഴിയുമ്പോൾ അങ്ങനെയാണല്ലോ, ഒക്കെ പോവല്ലോ. അപ്പോ വരക്കൽ ബാബ പിന്നൊരു കൊല്ലം ഹജ്ജിന് എന്ന് മക്കത്തെത്തി, തവാഫ് ചെയ്തു. ഇബ്രാഹിം മഖാമിൽ 2 റക്അത്ത് നിസ്കരിച്ച് പാപ്പ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ വലത്തോട്ട് തിരിഞ്ഞപ്പോ ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തിൽ നിന്ന് ഒരു മിന്നിങ്ങട്ട് എറിയണ മാതിരി തോന്നി പാപ്പ. മിന്നെറിയാറിഞ്ഞറിയില്ലേ, ഒരു പ്രകാശം. അപ്പൊ നോക്കുമ്പോ അത് 3 ആളുകൾ വന്ന് ഇറങ്ങാണ്. മിന്നെറിയും പോലെ 3 പ്രകാശകിരണങ്ങൾ എത്തി. പാപ്പ ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നു. അവർ 3 ആളും തവാഫ് കഴിഞ്ഞു, ഇബ്രാഹിം മഖാമിൽ വന്നു, സുന്നത്ത് സ്കരിച്ച് ദുആ കഴിഞ്ഞു. ഒരു പോകാൻ വേണ്ടി എഴുന്നേറ്റപ്പോ ആ കൂട്ടത്തിൽ ഒരാൾ വന്നിട്ട് പാപ്പാട് അസ്സലാമു അലൈക്കും. പാപ്പ ചോദിച്ചു നിങ്ങളാരാണ്? പാപ്പ എന്നെ മറന്ന ഞാനല്ലേ പുതിയമത്. നിങ്ങൾ എവിടുന്ന വരുന്നത്? ഞങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന്. എവിടുക്ക പോണ്? റസൂലുള്ളാഹിന്റെ അടുത്തേക്ക്. പാപ്പ അവിടെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയപ്പോ പാപ്പാനെ കണ്ടു, അപ്പൊ ഇങ്ങോട്ട് പോകുന്നതാണ് പാപ്പാനെ കാണാൻ വേണ്ടി. അതേമാതിരി ആ പ്രകാശകിരണം മദീനയിലേക്കും മറിഞ്ഞു എന്നാണ്. പിന്നെ മുഷാവറ കൂടിയപ്പോ മുഷാവറയിൽ പാപ്പ പറഞ്ഞതാ, അരക്കൽ പാപ്പന്ത് നമ്മളാരും പുതിയമീന്റെ ദർജ എത്തിച്ചിട്ടില്ല. നമ്മളാരോ പുതിയമീന്റെ ദർജ എത്തിച്ചിട്ട്. അപ്പൊ എന്താ അത്? മുസ്ലിം ഇസ്ലാമിലൊക്കെ വന്ന് കൽബ് അവിടേക്ക് തന്നെ ഒഴുകി, അവിടേക്ക് തന്നെ പോയി. വേറെ ചിന്തയില്ല. അപ്പൊ അബുദാലിങ്ങളെ വർത്തവ, അബുദാലിങ്ങൾക്ക് ഭൂമിയിൽ ഒരു കഥമുള്ളൂ. ഒരു കഥം പറഞ്ഞാൽ എന്താ? ഇവിടുന്നാണ് വിചാരിച്ചു കണ്ട് ഒരു സ്റ്റെപ്പ് വെച്ചാൽ മക്കത്തെത്തും. എവിടക്ക വെക്കണ്ട വെച്ചാൽ ഒരു കഥം വെച്ചാൽ മതി, ഒറ്റ കഥം മതി, ഒരു ചവിട്ടല്. അതാണ് അബുദാൽ. ബഹുമാനികളെ, അപ്പൊ അതുകൊണ്ട് അത്തരം വലിയ മഹത്വങ്ങളൊക്കെ ഉള്ള ആളുകളാണ് നമ്മള്. ഇത് ആണുങ്ങൾക്കുണ്ട് പെണ്ണുങ്ങൾക്കുണ്ട്. പക്ഷെ ഇസ്ലാം പഠിപ്പിച്ച നിയമാവലി ചെയ്യരുത് എന്ന് പറഞ്ഞ തമ്മാടിത്തരത്തിൽ നിന്ന് 100% ഒഴിഞ്ഞു നിൽക്കലാണ് ശരീഅത്തിന്റെ 1-ാം ഘട്ടം. പിന്നീട് നിർബന്ധമായ ഫർളുകളും സാധിക്കുന്ന സുന്നത്തുകളും ചെയ്ത്
കൽപ്പനകൾ നമ്മൾ ജീവിതത്തിൽ നിലനിർത്തും. ഇത് സമ്പൂർണമായി എൻ്റെ ബാഹ്യ ജീവിതത്തിൽ സമ്പൂർണമാകുമ്പോൾ പിന്നെ അത് ആ പ്രവർത്തനത്തിൽ എൻ്റെ മനസ്സും കൂടി ഇടപെടാൻ തുടങ്ങും. ആരും കൂടി അറിഞ്ഞു ചെയ്യും. സ്കരിക്കുന്നത് ആരറിഞ്ഞു ചെയ്യും? എൻ്റെ ഹൃദയം അറിഞ്ഞ് മനസ്സറിഞ്ഞ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ശരീഅത്ത് ത്വരീഖത്തായി മാറുക. മനസ്സിലായ? فعليه تزيين لظاهره الجلي بشريعة لينور قلب مجتلى وتزول عنه ظلمة كي يمكن لطريقة في قلبه أن تنزلا. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ ശരീഅത്ത് ബാഹ്യമായി ചെയ്യുന്നത് ഹൃദയത്തിലേക്ക് മനസ്സറിഞ്ഞ് മനസ്സിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും എത്തി ചെയ്യുന്നതിനാണ് ത്വരീഖത്ത് എന്ന് പറയാ എന്ന് സൈനുദ്ദീൻ മഖ്ദൂം അവരുടെ ആണ്ടിൻ്റെ മാസമാണിത്. അവർ കിതാബുൽ അദ്കിയയിൽ പഠിപ്പിച്ചത് ത്വരീഖത്ത് ഇങ്ങനെയാണ്. ശരീഅത്ത് ബാഹ്യ ജീവിതത്തിൽ ചെയ്യരുത് എന്ന് പറഞ്ഞത് കറാഹത്താകട്ടെ ഹറാമാകട്ടെ 100% വെടിഞ്ഞ് ചെയ്യണമെന്ന് പറഞ്ഞ നിർബന്ധങ്ങൾ സമ്പൂർണമാക്കി അതോടൊപ്പം സുന്നത്തുകൾ ദായിമാക്കി തൻ്റെ ഭൗതിക ജീവിതത്തിനെ മോടികൂട്ടുമ്പോൾ അത് മനസ്സിലേക്ക് അതിൻ്റെ വെളിച്ചമിറങ്ങാൻ തുടങ്ങും. ഹൃദയം പ്രകാശിക്കാൻ തുടങ്ങും. ഹൃദയത്തിലെ ഇരുളുകൾ നീങ്ങാൻ തുടങ്ങും. അപ്പോൾ ഹൃദയത്തിലെ എൻ്റെ മനസ്സറിഞ്ഞ് ചെയ്യുന്നൊരു സ്വഭാവം കൽബിയായ നിസ്കാരം വരും, കൽബിയായ നോമ്പ് വരും, കൽബിയായ ദിക്ർ വരും. എല്ലാം കൽബിയായ നിലക്ക് വരുമ്പോൾ അതിനാണ് ത്വരീഖത്തായി മാറുന്നത് എന്ന് മഹാനവറുകൾ കിതാബുൽ അദ്കിയയിൽ പറഞ്ഞു. ഇവിടേക്കാണ് നമ്മളെ സൈർ സഞ്ചാരം. അതും കൂടിയാണ് സമ്പൂർണ്ണമാകുമ്പോഴോ പിന്നെ മനസ്സിൻ്റെ മണ്ഡലം. മനസ്സ് സ്വദറിൻ്റെ ഉള്ളിൽ കൽബ്, കൽബിൻ്റെ ഉള്ളിൽ ലുബ്, ലുബിൻ്റെ ഉള്ളിൽ സിർ. ഇവിടെ സ്വദർ, കൽബ്, ലുബ്, സിർ. ഹൃദയത്തിന്റെ മണ്ഡലങ്ങൾ ഏതൊക്കെ? സ്വദർ, അലം നശ്റഹ് ലക, തങ്ങളെ ഹൃദയം സ്വദർ നമ്മൾ വിശാലമാക്കി. സ്വദർ, പിന്നെ കൽബ്, പിന്നെ അത് എവിടേക്ക് ഇറങ്ങും? ലുബ്, ലുബിൽ നിന്ന് പിന്നെ എവിടേക്ക് ഇറങ്ങും? സിറിലേക്ക് ഇറങ്ങും. അങ്ങനെ സിറില് ശരിയായ നിസ്കാരം, ജഹരിയായ നിസ്കാരത്തോടു കൂടി സിരിയായ നിസ്കാരവും ലുബിയായ നിസ്കാരവും കൽബിയായ നിസ്കാരവും എങ്ങനെയൊക്കെ കൂടി അങ്ങനെ ചെയ്യുമ്പോ വലിയ ഹഖീഖത്തിൽ ഓനെത്തും. ഉറപ്പല്ലേ? പിന്നെ ഓന് മറല്ല, അവിടെ ഹിജാബില്ല. മുമ്പത്തെ പാപ്പ പറഞ്ഞ ഇരി. മുമ്പത്തെ പാപ്പ കാനാഞ്ചേരി പള്ളിയിൽ ജുമാക്കൂടി ഒരു റമദാനിൽ അവരെ മൗലൂദിലുണ്ട്. കാനാഞ്ചേരി പള്ളിയിൽ, കാനാഞ്ചേരി ആണ് എൻ്റെ അവിടെയാണ്, എൻ്റെ കോളേജ് നിൽക്കണ എൻ്റെ അസല് മഹലിലാണ് കാനാഞ്ചേരി. 1000 കൊല്ലം പഴക്കമുള്ള പള്ളിയാണ്. ഭയങ്കര ഖബർസ്ഥാനാണ് ഇന്നും. ആ കാനാഞ്ചേരി പള്ളിയിൽ ജുമാക്ക് കൂടി റമദാനിൽ ജുമാക്ക് ശേഷം ഒരൊറ്റ കുട്ടി പോയിട്ടില്ല പാപ്പാൻ്റെ തായി കൂടാൻ വേണ്ടിയിട്ട്. പാപ്പ വെള്ളറിയാൻ വേണ്ടി ഇന്നപ്പോൾ പറഞ്ഞു, ഇന്ന് ഈ പള്ളിയിലും മക്കത്തെ പള്ളിയിലും ജുമാക്ക് കൂടിയ 2 ആൾ ഇവിടെ ഉണ്ട്. അത് ആരാണെന്ന് ചോദിച്ചു. ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം എന്ന് പറഞ്ഞു. ആരും നിൽക്കണില്ല. പിന്നെയും പാപ്പ 2ാമത് പറഞ്ഞു, നിൽക്കണില്ല. 3ാമത് പറഞ്ഞു, ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. 3ാമതും ആരും നിൽക്കണില്ല. അപ്പൊ പാപ്പ പറഞ്ഞു, ഇതാ ഞാൻ പറഞ്ഞിട്ട് നിൽച്ചില്ലെങ്കിൽ ഞാൻ ഔലിയാക്കളെ വിട്ടത് പുറത്താക്കുമെന്ന് പറഞ്ഞു. കാരണം കുത്തുബ് എന്ന് പറഞ്ഞാൽ ഔലിയാക്കളെ ലീഡറാണ്. പുറത്താക്കാൻ ഇന്നൊരു കുത്തുബുണ്ട്. അതാരാ? ആരാത് മനസ്സിലാണ്, അറിയണോ? അത് അങ്ങനെ പറഞ്ഞു തരാൻ പറ്റൂല. ഇന്നൊരു കുത്തുബുണ്ട്. ഓരോ ജമാനിലും ഓരോ കുത്തുബുണ്ടാവും. കുത്തുബിന് തന്നെ പല മർത്തബുണ്ട്. അന്നത്തെ കുത്തുബ് ജമാൻ പാപ്പ ഇന്നും കുത്തുബ് അമ്പലത്തെ പാപ്പ തന്നെയാണ്. പാപ്പാന്റെ ഒരു മദത് അല്ല നമുക്ക് തരട്ടെ. പാപ്പാന്റെ കുരുത്തുള്ള മുഹിബ്ബീങ്ങളിൽ അല്ല നമ്മളെ പെടുത്തട്ടെ. സൈഫുല്ലിൽ ആ ഉസ്താദ് പറയും, എന്തെങ്കിലും പ്രശ്നം വന്ന് പറഞ്ഞാൽ 7 സ്വലാത്തിന് മുടങ്ങാതെ പമ്പുറത്ത് പങ്കെടുക്കാൻ. അർത്ഥമുള്ള വാക്കാണ് അത്. ആ മേനയിൽ പോകണം നമ്മൾ. എന്നാ ആ പ്രശ്നം അവിടെ പരിഹരിക്കും, ഉറപ്പാ. എത്ര വലിയ വിഷയമാണെങ്കിലും 7 സ്വലാത്തിനാണ് സാധാരണ പറയല്. തുടർച്ചയായി മുടങ്ങാതെ പങ്കെടുക്കാൻ പറയും. ഓലൊക്കെ കുത്തുബേറ്റ് വലിയ ബന്ധമുള്ള ആളുകളാണ്. ബഹുമാനികളെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട്
ആ കുത്തുബ് ജമാൻ പറഞ്ഞു എഴുന്നേറ്റ് നിൽക്കണം, അത് നിൽക്കണില്ല. ഔലിയാക്കളെ കൂടുതൽ പുറത്താക്കുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ് ആരാ പേര് വെച്ചിട്ട്. അപ്പൊ പിന്നുണ്ട് ഒരു സാധു ഇങ്ങനെ പൊന്തുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ആരപ്പത്? നാട്ടില് എല്ലാവരും കല്ലെടുത്തെറിയുന്ന, ചരക്കല്ലെടുത്തെറിയുന്ന, കളിയാക്കുന്ന, പരിഹസിക്കുന്ന ചെറിയ കുട്ടികളടക്കം പൊക്കരെ എടാ പൊക്കരെ എന്ന് അറിയാണ്ട് വിളിച്ച് അങ്ങാടിയിലും ചാറിലിട്ട് കളിയാക്കുന്ന പോക്കരാക്കയാണ് നിൽക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, പോക്കരാക്ക എന്നിട്ട് പറയണത് ഒന്ന് പാപ്പയാണ്, പാപ്പാൻ്റെ ഒപ്പം ഞാനും ഉണ്ട്. അപ്പോഴാ പോക്കരാക്കാന്റെ കള്ളി വെളിച്ചത്തായത്. അതേ പോക്കരാക്ക കുട്ടികളുടെ ഇടയിലും വലിയവരുടെ ഇടയിലും ആണുങ്ങളുടെ ഇടയിലും പെണ്ണുങ്ങളുടെ ഇടയിലൊക്കെ പോയത്തക്കാരനായിട്ട് ജീവിക്കുന്നു പോക്കരാക്ക. ചെറിയൊരു പോയത്തക്കാരെ നമ്മൾ ആണ്ടി രുതിര് വിളവ് കട്ടക്കുത്തുന്നവർക്ക് ഇത് നടക്കൂല. അള്ളാഹു ഞങ്ങളെ നന്നാക്കണം അല്ല, റാഹത്താക്കണം അല്ല. മൂപ്പരെ നോൻപ് കൽപ്പിച്ചവർക്ക് വലിയ കൂലിണ്ട്. ഇതാ അത് പാപ്പയും കൂടി പറഞ്ഞാൽ പിന്നെ പറയേണ്ടി വരുമോ? വെള്ളമൊക്കെ കഴിഞ്ഞ് ദ്വാ കഴിഞ്ഞപ്പോൾ എല്ലാവരും ശ്രദ്ധയും പോക്കരാക്കാടെ എടുത്താ നോൽപ്പറപ്പിച്ചാണ്. പോക്കരാക്ക മുറ്റത്ത് കണ്ടിറങ്ങി, കൂടെ ജനങ്ങളും ഇറങ്ങി. ജനങ്ങൾ നോക്കിയിട്ട് പോക്കരാക്കാനെ കാണാനില്ല. മൂപ്പര് ഒരു കഥമില്ല, മൂപ്പര് എവിടേക്ക് പോയി എന്നറിയില്ല. അങ്ങനെയാണ് പിന്നെ പോക്കരാക്കാനെ തെരച്ചിൽ തുടങ്ങിയത്. ഇപ്പം ഉണ്ടല്ലോ ഒരു തെരച്ചിൽ, ആരെങ്കിലും സലാം പറഞ്ഞാൽ കജിദേരിൽ ഉടിച്ചിങ്ങനെ ആക്കും, കിളിർ നബി അച്ചിട്ട്. പരിപാടിണ്ടല്ലോ, ഞാൻ എന്നെ നിൽക്കണവരോട് പറഞ്ഞാൽ കിളിർ നബി എല്ലാവരും അല്ലാതെ അങ്ങനെ ഇങ്ങനെ കൊലയുമ്പോൾ പോക്കരാക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു കുട്ടി ഒരു ഒരു ഫക്കീർ പെരീക്ക് കയറി വന്നപ്പോൾ കുട്ടിയാണ് വിളിച്ചു പറഞ്ഞത് ഇതാമ്മ പോക്കരാക്ക. അതാണ് ഇപ്പൊ പറയുന്നത്, ഇതാമ്മ പോക്കരാക്ക. അത് വാക്കില്ലേ, അത് അവിടെ നന്ന് പോകുന്നതാണ്. എന്താ അത് കമാക്കാൽ. അപ്പൊ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഏതായാലും ഈ സംഭവം പാപ്പാന്റെ മൗലൂദിലുണ്ട് പോക്കരാക്കാനെ സംബന്ധിച്ച്. അപ്പൊ ഓൽക്കൊരു ബാത്തിനുണ്ട്, അകം ലോകം. അകം ലോകത്ത് പോലെ സദുറും കൽബും സിറും ലുബും ഒക്കെ എന്തായി മാറിയിട്ടുണ്ട്, റബ്ബിന്റെ നൂറിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അള്ളാഹു ഈ റമദാനോട് കൂടി ഞങ്ങളെ മനസ്സൊക്കെ ഒന്ന് നന്നാക്കി തരണമല്ല. എൻ്റെ ഉമ്മ പങ്കന്മാർ ഞങ്ങളൊരു പാടുണ്ട് കാരണം ഖുർആൻ നല്ല ഹയാവോട് കൂടി ജീവിക്കുക. ലജ്ജ വേണം, പെണ്ണുങ്ങൾക്ക് ലജ്ജയാണ് വേണ്ടത്, ഹയാവ് വേണം. അതുണ്ടായ അതിനാണ് വലിയ വിവരം. ഹയാ നഷ്ടപ്പെടുത്തിയിട്ട് പുറത്തിറങ്ങരുത്, എവിടെയും പോകരുത്. ഹയാ അള്ളാഹു നമുക്ക് നിലനിർത്താൻ തൗഫീക്ക് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കണില്ല, അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു ഞങ്ങളെ കൽബ് നന്നാക്കണം അല്ല, മനസ്സ് നന്നാക്കണം അല്ല, മനസ്സ് നന്നാക്കണം അല്ല. അതുകൊണ്ട് രാത്രിയൊക്കെ ഒന്നുമൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഉറങ്ങാൻ നേരത്തെ തസ്ബീഹ്മാലൊക്കെ എടുത്തിട്ടേ കുറച്ച് പ്രാവശ്യം ചെല്ലുക, നല്ല ചിന്തയോടുകൂടി ചെല്ലുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ല്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രത്യേക എണ്ണം 100, 200, 300 സാധിക്കണ ഒരെണ്ണം നല്ല പഠിച്ചോനെ. മരണം കാണുക, നമ്മളെ മയ്യത്തുകെട്ടിൽ എടുത്ത് വെക്കുന്നത് കാണുക, കുളിപ്പിച്ചുന്നത്, താങ്ങി പിടിച്ച ആൾക്കാർ കൊണ്ടുപോണത്, കവർക്ക് ഇറക്കണത്, മൂടിൽ വെക്കണത്, നമ്മളെ പറ്റി നമ്മളൊക്കെ ഒന്ന് കണ്ടിട്ട് ശോനെ അവിടെയൊക്കെ ഒന്ന് സലാമത്താക്കണം, എനിക്കൊന്നും പഠിക്കാൻ കഴിഞ്ഞില്ല, നിന്റെ ഖുർആനായിട്ടൊക്കെ ഒരു ബന്ധം വേണം എന്ന നിലക്ക് മനസ്സൊക്കെ ഒന്ന് സജീവമാക്കുക. അള്ളാഹു നമ്മളെ മനസ്സൊക്കെ ഒന്ന് സജീവമാക്കി തരട്ടെ, ഒന്ന് റാഹത്തിലാക്കി തരട്ടെ. പഠിക്കണ കുട്ടികളൊക്കെ മനസ്സ് വെച്ച് പഠിക്കണം. നിങ്ങൾ ഖുർആനാണ് പഠിക്കുന്നത്, താലിമീങ്ങൾ നല്ല മട്ടത്തിൽ പഠിക്കണം. ഒരുപാട് പഠിക്കാണ്ട് പണ്ഡിതന്മാർക്ക്. അള്ളാഹു നല്ല ഇൽമിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ, നല്ല റാഹത്ത് അള്ളാഹു നൽകട്ടെ. ഇവരെ ഭക്ഷണം കൊടുക്കുന്ന, ഈ ദർസിനെ സഹായിക്കുന്ന, ഇത് നിലനിൽക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന മുഹിബ്ബീങ്ങൾ, അതിൽ ഉമ്മ അങ്ങനെ ഞാനൊക്കെ എൻ്റെ ചെലവടിക്കാരത്തി എൻ്റെ ഉമ്മാനൊക്കെ എപ്പോഴും ഓർക്കും. ആ ഫസ്റ്റിൽ വരാൻ പോയ വീട്ടിൽ
വ്യാഴാഴ്ച ചെന്നാൽ മാമ അങ്ങോട്ട് പറയും, കുട്ടി ഇന്ന് നാട്ടിൽ പോകേണ്ട ആവശ്യം പോണ്ട് അറിയും. എന്നാ അവിടെ ഇരിക്കുക അറിയും. ഇരിക്കും. അപ്പം ഞാൻ അവിടെ ഇരിക്കും. എനിക്ക് കയറി ബസ്സിനുള്ള ഇപ്പൊ കൊടുത്തിരുന്നു അതിനാണ് ഇരിക്കുന്നത് അറിയുന്നത്. അങ്ങനെ അവിടെ അകത്തേക്ക് പോകും. അന്ന് നമുക്ക് ബസ്സിന് കാര്യമൊന്നും ഉണ്ടാവില്ല. സംഗതി ഒരു 10 പൈസ മതി. 10 പൈസ വേണ്ടേ? 10 പൈസ പറഞ്ഞിട്ട് എന്തായാലും കിട്ടാൻ നമ്മുടെ അടുത്ത് വേണ്ടേ? പറഞ്ഞത് കുട്ടി ഒരു ഫാത്തി ഓതിയത് വരുന്നതാണ് അറിയും. എൻ്റെ അമ്മയും ബാബിയൊക്കെ മരിച്ചു കേൾക്കണം. അപ്പോൾ ഞാൻ ഫാത്തി ഓതിയത് വരക്കാം. പെണ്ണുങ്ങളൊക്കെ കൂടി ആമീൻ പറയാൻ വന്നേക്കും. എന്തൊരു ഇഖ്ലാസിലാവില്ല ആമീൻ പറയാം. ഞാൻ വലിയൊരു വിവരസ്ഥനൊന്നുമല്ല. ഞാൻ മീസാനും അജിനാസൊക്കെ ഓതുന്ന കാലാണ്. അന്നാപ്പത് ഞാൻ ദ്വാരക്കും. എന്നിട്ട് ഒരു 10 പൈസ തരും. എന്നിട്ട് വരെ കുട്ടി അവിടെ തന്നെ നിൽക്കിട്ടാറി പോയിക്കൊണ്ട് രണ്ടാമതൊരു 10 പൈസ രണ്ടാമത്തെ വട്ടം വരും. ഇതെന്തിനാ ശനിയാഴ്ച വരണട്ടാറി ഞാൻ കുടുങ്ങിയില്ലേ. അങ്ങനെയാണ് എന്നെ ഉഷാറാക്കിയത് അമ്മ. എനിക്ക് മറക്കാൻ പറ്റുമോ? ശനിയാഴ്ച പൈസ 10ന്റെ അല്ല പ്രശ്നം. അന്ന് ഫ്രിഡ്ജില്ലാത്ത കാലം. അന്ന് വെള്ളിയാഴ്ച മാംസം ഉണ്ടാവുള്ളൂ. വെള്ളിയാഴ്ച ഉച്ചക്ക് കൊടുന്ന മാംസം എങ്ങനെയൊക്കെയോ ചൂടാക്കി പൊടിച്ചിട്ട് മുട്ടാലിയുമായി എനിക്ക് എടുത്ത് വെച്ചിട്ടുണ്ടാവും. എത്ര പ്രശ്നം നമുക്ക് മറക്കാൻ പറ്റുമോ? ആ വിജയാത്താൻ്റെ കവറുള്ള സ്വർഗാക്കി കൊടുക്കട്ടെ. അതാണ് മുത്താലിമിക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. അതുപോലെ മറക്കാൻ കഴിയൂല. അപ്പൊ അതുകൊണ്ട് ഈ ദർശി ഉസ്താദ് നല്ല കണ്ണ് വെച്ച സ്ഥാപനമാണിത്. അൽഹംദുലില്ലാ അതിൻ്റെ ഒരു പവറ് നമ്മളൊക്കെ നിലനിർത്തി പോരുന്നുണ്ട്. ആ പവർ ഉസ്താദിനെ ശരിക്ക് പിടിച്ചാൽ ഉസ്താദിൻ്റെ പിടുത്തം വലിയ പിടുത്താണ്. ഭയങ്കര ഉറപ്പുള്ള പിടുത്താണത്. അവിടെ അത്ര കോളുള്ള മഹാനാണ് ഷെയ്ഖ് ഉസ്താദ് അവറുകൾ. അള്ളാഹു അവിടുത്തെ ദറജ നമുക്ക് ഖദററിയാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, നൽകുമാറാകട്ടെ. മടവൂർ CM മൂപ്പര് ചൂട് പിടിച്ച് ഓടണ കാലത്ത് ഒരു സമാധാനവും സന്തോഷം കിട്ടണമെങ്കിൽ ആരെ കൊലയിമ വരണം? ഉസ്താദിന്റെ കൊലയിമ വരണം. എന്തെങ്കിലും മൂപ്പർക്ക് റായത്ത് കിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു. മടവൂര് മൂപ്പര് ദിക്റിൽ ഹാലളകിരി ചൂട് പിടിച്ച് നടക്കുമ്പോ മൂപ്പർക്ക് ഒരു സമാധാനം കിട്ടണമെങ്കിൽ എവിടെ വരണം? എരുമുഖത്ത് ഉസ്താദിന്റെ ഉസ്താദ് എവിടെ വിളിച്ച അവിടെ വരണം. അപ്പോൾ അതിന്റെ കണക്കുകൾ മനസ്സിലാക്കിയാൽ മതി. റഹ്മാനായ അല്ലാഹ് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. ഞങ്ങൾ വളരെ സീറോ ആണ്. അതുകൊണ്ട് കൽബ് ഇങ്ങനെ ശുദ്ധിയാക്കി ഉള്ളത് അമൽ ചെയ്ത് അതിങ്ങനെ കൽബ് തെളിഞ്ഞ് വരുമ്പോൾ നല്ല നല്ല പോയിന്റുകൾ ഞങ്ങളെ കൽബിൽ ഇട്ട് തരും. അതിന് ഞങ്ങളെ കൽബിൽ വർദ്ധിപ്പിച്ച് തരണമല്ല, ഇട്ട് തരണമല്ല. ഗസാലിമാം അവിടുത്തെ കിതാബിലൊക്കെ എഴുതിയ വിഷയങ്ങളൊക്കെ നോക്കിയാൽ അള്ളാഹു ആ ഖുലൂബിൽ നിറച്ചു കൊടുത്തതാണ്. അള്ളാഹുവേ നീ ഞങ്ങൾക്ക് അവിടുത്തെ മദത് നൽകണം അല്ല, ദറജ നൽകണം അല്ല. അവിടുത്തെ കൂട്ടത്തിൽ ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ ഈ കൂട്ടത്തിലൊക്കെ ഒട്ടിപ്പിടിച്ച് നിൽക്കുക. ദിക്റ് കുറച്ച് ദിക്റ് നമ്മളെ ഉസ്താദന്മാർ നമുക്ക് തന്നതാണ്. ഞാൻ പറഞ്ഞത് തരാത്ത നമ്മൾ തന്നിട്ടില്ല. കുറച്ച് ദിക്റിൻ്റെ പിന്നെ നമുക്ക് അങ്ങനെ ഹാമായിട്ടൊക്കെ തന്നിട്ടുണ്ട്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവിടുത്തെ ആ പൊരുത്തം പോലെ ഉസ്താദുമാരൊക്കെ പൊരുത്തം പോലെ കൊണ്ടൂർ ഉസ്താദ് തന്നിട്ടുണ്ട്, ഓക്കെ ഉസ്താദ് തന്നിട്ടുണ്ട്, മടവൂർ മൂപ്പരത്തെ നമ്മൾ പോയിട്ടുണ്ട്, വടകര പാപ്പാനായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, കക്കടിപ്പുറത്തെ പാപ്പാനായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്, പൊന്നാനി കോയക്കുട്ടി മസ്താനായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മഹത്തുക്കളുമായി, അതുപോലെ സുലൈമാനുൽ യമനി ദുബായിലുണ്ടായിരുന്ന മഹാനവറുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. രാമനാട്ടുകര ചപ്പ് ചവറിലിരുന്ന് പോക്കരാജി പാപ്പ എന്ന് പറഞ്ഞൊരു മഹാൻ ഉണ്ടായി. നിങ്ങൾക്ക് അറിയില്ല. പോക്കരാജ മൂപ്പര് മഹാൻ തന്നെയാണ്, സംശയമൊന്നും വേണ്ടായിരിക്കും. മൂപ്പര് അള്ളാഹു അവരൊക്കെ ദറജകൾ 8-4 മൂപ്പരെ കബറുള്ളത്. ഇത് 8-4 പള്ളിയില്ലേ അതിൻ്റെ മുന്നേ എടെ അതെ നിങ്ങൾക്കേ അറിയുള്ളൂ, എനിക്കറിയില്ല. അപ്പോൾ അവിടെയാണ് മൂപ്പരെ കബറുള്ളത്. അള്ളാഹു മൂപ്പരെ കബറുകളൊക്കെ റായത്താക്കി കൊടുക്കട്ടെ, സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ ഞങ്ങളെ സുലൂക്ക് താമാക്കണമല്ല. എന്നിട്ട് നമുക്ക് സെയർ മതി. ആദ്യം എന്ത് ചെയ്യട്ടെ? വണ്ടിയിൽ കയറിക്കട്ടെ, പ്രവേശനം അഡ്മിഷൻ ശരിയാവട്ടെ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സെയർ നടത്താ. അതുപോലെ അതിൻ്റെ മുമ്പ് തന്നെ വേണ്ടല്ലോ. അതിന് മുമ്പ് തന്നെ വേണം. ഇരിക്കണതിന് മുമ്പ് കാല് കിട്ടിയാൽ
അപ്പോൾ അത് വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സുലൂക്ക് അല്ലാഹ് താമാക്കി തരട്ടെ. അപ്പോൾ ഇവിടെ കുട്ടികൾ മാത്രമല്ല, നാട്ടുകാർക്കും കൂടി ബന്ധപ്പെടാൻ നല്ല പഠന ക്ലാസ്സും നല്ല നമ്മളെ ദിക്ർ മജ്ലിസ് ദിക്റിലൊക്കെ പങ്കെടുക്കണം. ഉസ്താദിൻ്റെ ഹയാത്ത് കാലത്ത് അവിടുത്തെ സമ്മതത്തോടു കൂടി തുടങ്ങിയതിന് വലിയ പവറുണ്ടാവും. റഹ്മാനായ റബ്ബേ, അവരെ വർക്കത്തിന് നമുക്ക് ഒന്നും അറിയില്ല എന്നുള്ള അറിവെങ്കിലും നീ ഞങ്ങൾക്ക് നൽകണം അല്ലാ, നൽകണം റഹ്മാനെ. ഞങ്ങളെ കൽബ് വിശാലമാക്കണേ അല്ലാ. ഉസ്താദിൻ്റെ അളിയനാണ്, സമതാക്കാൻ്റെ അമ്മനല്ലത് ആണ്. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, എല്ലാ രോഗങ്ങളും അല്ലാഹ് മാറ്റി കൊടുക്കട്ടെ. ഉസ്താദിൻ്റെ ഭാര്യ സമതാക്കാൻ്റെ ഉമ്മ, ഞങ്ങളൊക്കെ ഉമ്മ, ആ ഉമ്മാക്ക് നീ ആഫിയത്ത് കൊടുക്കണം അല്ലാ. ഉസ്താദ് പറഞ്ഞൊരു വാപ്പയാണ്. 4 പിതാവല്ലേ ഒരു മനുഷ്യനുള്ളത്, അതിലൊരു പിതാവ് ഉസ്താദാണെന്നല്ലേ. 4 പിതാവാണ് ഒരു മനുഷ്യന്. ഒന്ന് എൻ്റെ ഉമ്മാൻ്റെ ഗർഭത്തിൽ വരാൻ കാരണമായ എൻ്റെ ഉപ്പ, അത് ഖബറിൽ പോയിട്ട് 31 കൊല്ലായി. അല്ല ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ, സ്വർഗമാക്കി കൊടുക്കട്ടെ. പിന്നൊന്ന് ഇൽമിൻ്റെ പിതാവ്, അതാണ് ഉസ്താദ്. ഇൽമിന് ബാപ്പ വേണോ? അതിനാണ് സനത് എന്ന് പറയാ. ബാപ്പയില്ലാത്ത അറിവ് അറിഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ചേകനൂരിൻ്റെ അറിവിന് വാപ്പുണ്ടായിരുന്നില്ല, നമ്മളറിവിന് വാപ്പുണ്ട്. നമ്മൾ പറഞ്ഞതിനൊക്കെ വാപ്പുണ്ട്. ഇത് കിതാബിൽ നിന്ന് കണ്ടതും പഠിച്ചതും നമ്മൾ പറയുന്നത്. ബഹുമാനികളെ, വാപ്പമാണ് ഇൽമിന്. വലിയ പിതാവാണ് ബാപ്പ, അതാണ് രണ്ടാമത്തെ പിതാവ്. വേറൊരു പിതാവ് ആരാണ്? യഥാർത്ഥ വലിയ എല്ലാ മനുഷ്യന്മാരുടെ പിതാവ് അബുൽ ബഷർ, ആദം നബി. അതാരാ? നമുക്ക് എല്ലാവർക്കും അറിയാലോ. പിന്നെ അബുൽ അർവാഹ്, റൂഹിന്റെ പിതാവ് മുത്തു റസൂലുള്ളാഹി. അതുകൊണ്ടുള്ള റസൂലുള്ളാഹിന്റെ ഭാര്യമാരൊക്കെ നമ്മളെ ഉമ്മാരാണ്. അപ്പൊ റസൂലുള്ള വാപ്പയാണെന്ന് അർത്ഥമില്ലേ? റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ ഉമ്മഹാത്തുൽ മുഅ്മിനീനല്ലേ പറയാ. അപ്പൊ തന്നെ ഉറപ്പായില്ല റസൂലുള്ള ആരാണ്? നമ്മളെ വാപ്പയാണ്. ആ ബാപ്പാന്റെ ഭാര്യമാരാണ് അവര്. അതുകൊണ്ടാണ് നമ്മളെ ഉമ്മായി മാറിയത്. നമുക്ക് കല്യാണം ചെയ്യാൻ പറ്റൂല. ആയിഷ ബീവിയൊക്കെ എത്ര വയസ്സാണ് റസൂലുള്ള വഫാത്താകുമ്പോ പിന്നെ ആരെങ്കിലും കല്യാണം ചെയ്താ ചെയ്യാൻ പറ്റൂല, ശറയിൽ പാടില്ല. മുസ്ലിമീങ്ങൾക്ക് ഉമ്മാരാണ് റസൂലുള്ളാഹിന്റെ ഭാര്യമാര്. അവരെ വേറെ ആൾക്ക് കല്യാണം ചെയ്യാൻ തീരില്ല, അവകാശമില്ല. പിന്നെ അതാ ആയിഷ ബീവി 17 വയസ്സാകുമ്പോ റസൂലുള്ളാഹി വഫാത്തായില്ലേ, നല്ല പ്രായല്ലേ. 60ഓളം വയസ്സ് ജീവിച്ചില്ല മഹദി. പിന്നെ വിവാഹിതരായ ഇല്ല, പറ്റൂല. ശറയിലേക്ക് നിയമമില്ല. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഞങ്ങളെ വാപ്പാരെ കൂട്ടത്തിൽ ഇടം നൽകണം അല്ല, വാപ്പാരെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് സ്ഥാനം നൽകണം അല്ല, ഞങ്ങൾക്ക് ജന്മം നൽകിയ വാപ്പാർക്ക് വലിയ പദവി കൊടുക്കണം അല്ല, പുറത്തു കൊടുക്കണം അല്ല, പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ ദർസൊക്കെ ഈ ഒരു പരമ്പര നിലനിർത്തുന്ന ദർസാക്കണം അല്ല. ഒരു ലോകമാന്യല്ലാതെ അല്ലെങ്കിൽ പേരും പെരുമയൊന്നല്ല. കുട്ടികൾ നന്നാവണം, ജനങ്ങൾ നന്നാവണം, നല്ല ഇൽമിന്റെ അഹ്ലുകാരായി മാറണം. അങ്ങനത്തെ ഇൽമിന് ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ, നൽകണം റഹ്മാനെ. ഞങ്ങൾ സുലൂക്കിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സുലൂക്കിനെ താമാക്കി തരണം അല്ല. ഞങ്ങളെ താല്പര്യ മനസ്സിനൊന്ന് റാഹത്താക്കണം അല്ല. വിദ്വേഷ മനസ്സിന്, ശറയിന് വിരുദ്ധമായതിനോട് വിദ്വേഷവും ശറയെ തൃപ്തിപ്പെട്ടതിനോട് താല്പര്യവും, അതിന് ഞങ്ങൾക്ക് അഖലും ഇൽമും തഫക്കുറും നൽകണം അല്ല, ഹിക്മത്ത് നൽകണം അല്ല. ഇൽമാണ് മാനദണ്ഡം. അല്ലാഹു ഞങ്ങൾ ആലിമീങ്ങളിൽ ചേർക്കണം അല്ല, ഉഖർവിയായ ഇൽമാക്കണം അല്ല. ഈ ശഅബാനിൽ വലിയ ബറക്കത്ത് ചൊരിയണം അല്ല. റമളാനിലേക്ക് ഞങ്ങൾ എത്തിക്കണം അല്ല, ഞങ്ങൾ എത്തിച്ചു തരണം അല്ല. ഞങ്ങളമ്മമാർക്കും ഉപ്പാർക്കൊക്കെ പുറത്തു കൊടുക്കണം അല്ല. എൻ്റെ അമ്മോശൻ റജബ് 27-ൻ്റെ അന്ന് 27-ാം രാവ് അന്ന് 11 റക്അത്ത് വിത്ർ നിസ്കരിച്ച് കണ്ട മരിച്ചത്. മൂപ്പര് നിസ്കാരത്തിൻ്റെ ഒരാളായിരുന്നു. മൂപ്പര് നിസ്കരിച്ച് കണ്ട് തന്നെ മരിച്ചതും. തീരെ സുഖമില്ല. അങ്ങനെയാണ് മൂപ്പര് നിസ്കരിച്ച് 90 വയസ്സിലധികം ഉണ്ടായിരുന്നു. 2ാമത്തെ ആണ്ട് ചെറിയ മട്ടത്തിൽ കഴിഞ്ഞ് നാളെ വിപുലമായ ആണ്ട് പെരയിൽ നടക്കുകയാണ്. അല്ലാഹു ഒരു മൂല്യരാണ്. അല്ലാഹു ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ, റാഹത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ഉസ്താദിന്റെ വേറൊരാളിയെ ഹംസക്കാന്റെ അങ്ങനെയാണല്ലേ പരിചയം എങ്ങനെ തോന്നുന്നുണ്ട്. ആരാന്ന് മനസ്സിലാ. ഭാര്യ മരണപ്പെട്ടൂലേ. അല്ലാഹു ഖബർ സ്വർഗാക്കി കൊടുക്കണമല്ല, റാഹത്താക്കി കൊടുക്കണമല്ല. അങ്ങനെയൊക്കെ നമുക്ക് പരിചയമുള്ള ആൾക്കാർ, ഒരുപാട് ആൾക്കാരെ പേര് ഇവിടെ പറയാണ്ട്. ഓൽക്കൊക്കെ നമ്മളെ സൂപ്പിയോലിയരെ പോലത്തപ്പ നല്ല മനുഷ്യന്മാർ, ഓലൊക്കെ ഖബറുകൾ നീ സ്വർഗമാക്കി കൊടുക്കണമല്ല. നമ്മളെ ബഷീറാജി വലിയ പ്രായം ഉണ്ടായിട്ടൊന്നും മരിച്ചതല്ല, കൊറോണ സമയത്തല്ലേ മരണപ്പെട്ടത്. മൂപ്പർക്കൊക്കെ നമ്മൾ ഒരു വിഷയത്തിന് വിളിച്ചാന്ന് പറഞ്ഞ പേരുകാരനെ എന്തോ ഒരു റാഹത്താ മനുഷ്യൻ.
മനുഷ്യനെന്നറിയാം. അള്ളാഹു ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ, റാഹത്തിലാക്കി കൊടുക്കട്ടെ. അങ്ങനെയുള്ള മനസ്സും കൽബൊക്കെ നമുക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു ഈ ദർസിൽ വരും. മൂപ്പരെ വാപ്പൻ്റെ വലിയ സ്നേഹിതനാണ് മൂസക്കുട്ടി വലിയര്, ഭയങ്കര മൂസക്കുട്ടി വലിയര്. കുറേ കാലം കോയപ്പാപ്പാൻ്റെ എത്തിയിരുന്ന ആളാണ്. ആ ചരിത്രമൊക്കെ എനിക്ക് ഇങ്ങനെ ഇടയ്ക്ക് പറഞ്ഞു തരും. പിന്നെ കോയപ്പാപ്പാൻ്റെ ഒരു ഇഷാറത്തനുസരിച്ച് വഫാത്തിന് ശേഷം കുണ്ടൂരായിരുന്നു ഉണ്ടായിരുന്നത്. വഫാത്തായിപ്പോയ ഖബറുള്ള സ്വർഗമാക്കി കൊടുക്കട്ടെ. അങ്ങനെയുള്ള ഒരുപാട് നല്ല മനുഷ്യന്മാർ, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണം അല്ലാ. ഖബർ സ്വർഗമാക്കി കൊടുക്കണം അല്ലാ, റാഹത്തിലാക്കി കൊടുക്കണം അല്ലാ, സന്തോഷത്തിലാക്കി കൊടുക്കണം അല്ലാ. മക്കൾക്ക് കല്യാണ ഇണകൾ അടുപ്പിക്കണം അല്ലാ, വീടില്ലാത്തവർക്ക് വീട് നൽകണം അല്ലാ. കുറെ സ്ത്രീകൾ പലഹാരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അല്ലാഹു ആ സഹോദരിമാർക്ക് നീ എല്ലാവിധ ഐശ്വര്യവും നൽകണം അല്ലാ, ബറക്കത്ത് ചൊരിയണം അല്ലാ, റാഹത്ത് നൽകണം അല്ലാ, സന്തോഷം നിലനിർത്തി കൊടുക്കണം അല്ലാ. പോലെ വീട്ടിലുള്ള എല്ലാ പ്രയാസങ്ങളും, കുടുംബത്തിലെ മാനസികമായ എല്ലാ പ്രയാസവും തീർക്കണം അല്ലാ. പെണ്ണുങ്ങൾക്കൊക്കെ ഒരു സംഗതിൻ്റെ വയലും കൃഷിയത്തൊക്കെ കേട്ടാൽ പോലെ അതുപോലെ ജീവിക്കാൻ നോക്കും. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ പണ്ട് എൻ്റെ ഭാര്യ വീട്ടിൽ പോയി, ഞാൻ പുതിയാപ്പിള ചേർത്തപ്പോൾ അമ്മോശൻ അന്ന് പിടിച്ച് വന്നൊക്കെയുള്ളോ, ഞാനും ഉമ്മയും കൂടി വയറിലേക്കാൻ പോട്ടെ, ഉമ്മയും കൂടി വയറിലേക്കാൻ പോട്ടെ. എൻ്റെ അടുത്ത വയലിലൊരു വയലിൽ കിടക്കുന്ന വലിയൊരു ഉസ്താദിൻ്റെ, ഞങ്ങൾ പോയിക്കോളി, ഞാൻ ഇവിടെ ഉണ്ട് കയറി. അങ്ങനെ എന്ത് ചെയ്താണ്, വയറിലൊക്കെ കഴിയുമ്പോൾ 1 മണി 1:30 ആവുമല്ലോ, 2 മണിയൊക്കെ ആവും. ഇപ്പോൾ രണ്ടാളും കൂടി ചൂട്ടൊക്കെ കഴിയും, വയലിൽ തിരക്കൂടിക്കാണ്ട് വരുന്നുണ്ട്. രണ്ടാളും കൂടി തിരക്കൂടിക്കാണ്ടാണ് വരുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങനത്തെ തിരക്കല്ല ഒരു തിരക്കൂടിക്കണ്ട്. അപ്പോൾ ഞാൻ ബായിൽ തുറന്നു കൊടുത്ത് കണ്ട്, നിങ്ങളിപ്പോൾ തിരക്കൂടാതെ വയലിൽ ഇട്ട് വെച്ച് ഞാൻ പുതിയാപ്പിളെ തിരക്കൂടാതെ അല്ല. ഉമ്മാക്ക് വയലിൽ കേട്ടപ്പോൾ കാതിലുള്ള ചിറ്റി അവിടെ കൊടുക്കണം. അപ്പം ഞാൻ ഉമ്മാട് പറഞ്ഞു, നമ്മളെ പള്ളിപ്പടി അവിടെ അടക്കണ്ട, അവിടെ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇതാണ് പ്രശ്നം. ഓൾക്ക് വയലിൽ കേട്ടാൽ പിന്നെ അങ്ങനെയാണ്. ഉമ്മാക്ക് വയലിൽ കേട്ടപ്പോൾ അത് ചിറ്റെന്ത് ചെയ്യണം, അവിടെ കൊടുക്കണം. എന്നോട് ചോദിച്ചു, കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ കൊടുക്കണമെങ്കിൽ നമ്മളെ പള്ളിപ്പണി ഇവിടെ നടക്കുന്നുണ്ട്, അതിന് കൊടുക്കാം. അവിടെ പണി പൈസ ഇല്ലാതെ മുട്ടിക്കെടുക്കുകയാണ്, അതിന് കൊടുക്കാന്ന് പറഞ്ഞതിനാണ് ഞങ്ങൾ. എന്നിട്ട് അമ്മാട് ചോദിച്ചു, കൊടുത്തയച്ച് ഇപ്പോൾ വരാതെ എങ്ങനെ ഞാൻ കൊടുക്കാന്ന് വെച്ചു. എന്നാൽ നിങ്ങൾ ഇപ്പാക്കാട് കൊടുത്താളി, പള്ളിക്ക് കൊടുത്താളി അറിഞ്ഞ മദ്യം പറഞ്ഞ് തീരുമാനമാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓലൊക്കെ കൽബ് അങ്ങനെ ഒരു വയലിൽ കേട്ട അപ്പോൾ ഊരി കൊടുക്കണം. കഴിഞ്ഞ റമദാനിൽ അതും മരിച്ചു. വെള്ളിയാഴ്ച രാവ്. അല്ലാഹു അതിൻ്റെ ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ, റാഹത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. പഠിച്ചോനെ, ഞങ്ങളൊക്കെ ഉമ്മാരപ്പാരെ ഖബറൊക്കെ സ്വർഗാക്കണമല്ല. പട്ടിണി കിടന്നു കണ്ടാണ് ഞങ്ങളൊക്കെ വളർത്തിക്കേണ്ടത്. ഇന്നിപ്പോൾ നമുക്ക് കീസിലും പോക്കറ്റിലൊക്കെ പൈസ വെച്ച് നല്ല സഞ്ചിയൊക്കെ തൂക്കി സാധനമൊക്കെ കൊണ്ടുവരേണ്ടത്, അത് ആസ്വദിക്കാൻ അമ്മിമാപ്പില്ല. അതുകൊണ്ട് ഖബറിൽ സ്വർഗീയ ഭക്ഷണം നൽകണം അല്ല, സ്വർഗീയ പാനീയം നൽകണം അല്ല, സ്വർഗീയ ലിബാസ് നൽകണം അല്ല, എല്ലാം നൽകണം അല്ല. ഞങ്ങളെ മക്കൾക്കൊക്കെ ദീന് ഇൽമ് നൽകണം അല്ല, ഇൽമിൻ്റെ ഖാദിമുകളാക്കണം അല്ല. ഈ നാട്ടിൽ ഒരുപാട് പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന നാടായി ഈ നാടിനെ നീ ആക്കണം അല്ല. നീ ഞങ്ങളെ സലാമത്താക്കണേ അല്ല. ഈ പലഹാരം കൊടുത്തതൊക്കെ കബൂലാക്കണം അല്ല. പോലെ മുറാദ് വീട്ടിൽ കൊടുക്കണേ അല്ല. അതുകൊണ്ട് മറക്കരുത്, കൃത്യമായി നിസ്കരിക്കുക, പരമാവധി സുന്നത്തുകളും നിസ്കരിക്കുക. അതുപോലെ തന്നെ കുറച്ചൊക്കെ തെഹ്ലീൽ ചെല്ലുക. പിന്നെ റമദാനാണ് വരുന്നത്, മുസ്ഹഫുമായി ഒരു ബന്ധം സ്ഥാപിക്കുക. മനസ്സിലായല്ലോ? നമ്മളെ ആത്മീയത എവിടെ ഉണ്ട്? അതിലുണ്ട്. മനസ്സിലായല്ലോ? ഒരു ഷെയ്ഖിനും തേടി പോണ്ട, അയിമലുണ്ട്, എല്ലാം ഉണ്ട്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് ഖുർആൻ നല്ല പാരായണം ചെയ്യാൻ ഭാഗ്യം നൽകണം റഹ്മാനെ, തൗഫീഖ് നൽകണം റഹ്മാനെ, നൽകണം അല്ലാ, നൽകിത്തരണം അല്ലാ, റാഹത്തിലാക്കണം അല്ലാ, സന്തോഷാക്കണം അല്ലാ. പെരുമുഖം നാട് നല്ല വലിയ മഹാന്മാർ, വലിയ പണ്ഡിതന്മാരുടെ നാടാണ്. ആ നാടാ ഇനിയും നീ നിലനിർത്തണം അല്ലാ. കോയസ്താദിൻ്റെ അഞ്ചന്മാർ അവരൊക്കെ മരണപ്പെട്ടു പോയി. അവർക്കൊക്കെ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണം റഹ്മാനെ, നൽകണേ അല്ലാ. അതുപോലെ നമ്മുടെ ജമലുല്ലൈലി ഞങ്ങൾ പാപ്പ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇവിടെ ഉണ്ടാവും, ഉസ്താദിൻ്റെ കൂടെ ഉണ്ടാവും. റഹ്മാനായ റബ്ബ് അവരെ ദറജകളൊക്കെ ഏറ്റിക്കൊടുക്കട്ടെ. ഈ ഖബറിസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മളെ ഉടപ്പുറപ്പിങ്ങൾ അവരെ ഖബറൊക്കെ ഉള്ള സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. നമ്മളെ യാത്രയല്ല സ്വർഗത്തിലേക്കുള്ള യാത്രയാക്കി തരട്ടെ, സ്വർഗത്തിലേക്കുള്ള യാത്രയാക്കി തരട്ടെ.
ഈ സുലൂക്ക് ഒരു സൈറിലേക്ക് നീ ഉയർത്തണം അല്ല. ഈ സുലൂക്ക് ഒരു സൈറിലേക്ക് നീ ഉയർത്തണം അല്ല. എന്നിട്ട് ഞങ്ങളെ ഉസൂലിൽ എത്തിക്കണം അല്ല. വാസിലിങ്ങളെ കൂടുതൽ ചേർക്കണം അല്ല, ഉൾപ്പെടുത്തണം അല്ല. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വർഹംനാ യാ റാഹിമൽ മസാകീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.